Hello, everyone, and welcome to the sixth episode, the final episode of Date with an Entrepreneur. ഞാൻ ജോസഫ് സാം, എന്നോടൊപ്പം ആൻസൺ ജോസ്. ഹായ്, എല്ലാവർക്കും നമസ്കാരം. അനന്തം അജ്ഞാതം അവർണ്ണനീയം, ഈ ഭൂലോകഗോളം തിരിയുന്ന മാർഗം, അതിലെങ്ങാണ്ട് ഒരിടത്തിരുന്ന് കാണുന്ന മർത്യൻ കഥയെന്തറിഞ്ഞു. ആലപ്പാട്ട് നാരായണ മേനോൻ അദ്ദേഹത്തിന്റെ കണ്ണീർ തുള്ളി എന്ന കവിതയിൽ എഴുതിയ മനോഹരമായ 4 വരികളാണിത്. ലോകം കാണാത്ത അല്ലെങ്കിൽ ഓരോ മനുഷ്യരോടുമുള്ള തികഞ്ഞ വ്യക്തമായ ഒരു ആത്മസ്വരൂപണമായിരുന്നു ഈ 4 വരികൾ. ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു 80കളുടെയും 90കളുടെയും കാലത്ത് ലോകം കാണാൻ കഴിയാത്ത അവനവന്റെ പ്രദേശങ്ങളും സംസ്കാരവും തനിമയും മാത്രം തിരിച്ചറിഞ്ഞിരുന്ന മലയാളികൾക്ക് മുൻപിൽ ലോകത്തിന്റെ കാഴ്ചകളും വ്യത്യസ്തമായ സംസ്കാരങ്ങളും അവരുടെ സ്വീകരണ മുറിയിലേക്ക് എത്തിച്ച ഒരു മഹത്വ വ്യക്തി. ഒരു പക്ഷേ സാങ്കേതിക മികവുള്ള ഒരു ദീർഘവീക്ഷിയായ സഞ്ചാരി. സ്നേഹപൂർവം, അതിലേറെ അഭിമാനപൂർവം നമുക്ക് സ്വാഗതം ചെയ്യാം ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരെ to the final episode of Date with an Entrepreneur, organized by IEDC, sponsored by Christ College of Engineering, Irinalakuda. Heartful welcome to you, sir. Thank you. ഒരുപാട് സന്തോഷമുണ്ട് സർ ഈ ഒരു പ്രോഗ്രാമിൽ സാർ വന്നു ചേർന്നത്. ഒരുപക്ഷെ ഇവിടെയുള്ള എല്ലാവരും തന്നെ സാറിന്റെ ഒരുപാട് ടോക്കുകളും അതുപോലെ തന്നെ ഇന്റർവ്യൂസും എല്ലാം കണ്ട് പഴകിയിട്ടുള്ളവരാണ്. ബട്ട് ഇന്ന് ഞങ്ങൾ നിങ്ങളുടെ മുൻപിൽ അവതരിപ്പിക്കുന്നത് യാത്ര എന്നുള്ള ആ ഒരു സന്തോഷാനുഭൂതിയെ ഒരു എന്റർപ്രണർഷിപ്പ് ലെവലിലേക്ക് എത്തിച്ച ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. So I would like to introduce Santosh George Kulangara as a successful entrepreneur who rebranded the entire concept of traveling as well as vlogging. എല്ലാ കാര്യങ്ങളും അതിൻ്റെതായ ഒരു തുടക്കവും ഉണ്ടാകും, അതുപോലെ തന്നെ എനിക്ക് തോന്നുന്നു ഒരു കണ്ടിന്യൂഷനും ഉണ്ടാകും. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു ടോക്ക് സാറിന്റെ ആ ഒരു ബാല്യത്തിൽ നിന്ന് തന്നെ നമുക്ക് ആരംഭിക്കാം. കാരണം സാർ ഒരു ടോക്കിൽ പറയുകയുണ്ടായത് എനിക്ക് ഓർമ്മയുണ്ട്. സാറിന്റെ അച്ഛന്റെ ആർട്സ് കോളേജിലെ സ്റ്റുഡൻസിന്റെ കൂടെ യാത്രയ്ക്കൊക്കെ പോകുമ്പോൾ ബസ്സിന്റെ ബാറ്ററി ബോക്സിന് മുകളിൽ ഇരുന്ന് പോയിരുന്ന ആ ഓർമ്മകൾ, അതുപോലെ തന്നെ ഓരോ യാത്രയുടെയും അവസാനം അച്ഛനെ തന്നെ സമ്മതിച്ച് ഞാൻ പറഞ്ഞിരുന്ന ആ ചെറിയ ചെറിയ കുറിപ്പുകൾ, അതുപോലെ തന്നെ സാറിന്റെ ഫാമിലിയുടെ ഫുൾ സപ്പോർട്ടും സാറിനുണ്ടായിരുന്നു എല്ലാ യാത്രകൾക്കും എന്നെനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ അസൂയാഭാഗമായി തന്നെ എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് സാറിന്റെ ഫാമിലി സാറിന് നൽകിയിരുന്ന ആ ഒരു പിന്തുണ. സാറിന് എത്രത്തോളം പങ്കുവയ്ക്കാൻ പറ്റും ആ ഒരു ഓർമ്മകൾ സാറിനെ ഉയർച്ചയ്ക്ക് അല്ലെങ്കിൽ സാറിന്റെ ആ വിജയങ്ങൾക്ക് എത്രത്തോളം മുതൽക്കൂട്ടായി എന്നതിനെ കുറിച്ച്? തീർച്ചയായും എനിക്ക് യാത്രകൾ തുടർന്ന് നടത്താൻ, അതായത് ആദ്യത്തെ ഒരു യാത്രയ്ക്കൊന്നും വീട്ടുകാരെ ആരെയും നിരുത്സാഹപ്പെടുത്തില്ല. അത് പഠനയാത്രയാവാം, അല്ലെങ്കിൽ ഒരു തൊഴിൽ തേടിയുള്ള യാത്രയാവാം, അല്ലെങ്കിൽ ഒരു പരീക്ഷണ യാത്രയാവാം. അതൊക്കെ നിങ്ങളെയും എന്നെയും ഒക്കെ സമ്മതിച്ചു തരും. എന്നാൽ പിന്നീട് അതൊരു സ്ഥിരം തൊഴിലാക്കി മാറ്റുമ്പോൾ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ നെറ്റി ചുളിക്കാൻ തുടങ്ങും. ആളുകള് പരിഹസിക്കാൻ തുടങ്ങും. ആളുകള് നമ്മുടെ എത്ര ആത്മവിശ്വാസം ഉണ്ടെങ്കിലും അതിനെ തല്ലിക്കെടുത്താൻ ശ്രമിക്കും. അവിടെ എന്നെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞു, അല്ലെങ്കിൽ എന്നിൽ എൻ്റെ കുടുംബത്തിന് വിശ്വാസം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് തന്നെയാണ് എൻ്റെ ആദ്യകാലത്തെ യാത്രകൾ തുടർന്ന് നടത്താൻ എനിക്ക് സഹായകമായത്. പക്ഷെ എങ്കിലും ഈ യാത്രകളോടൊക്കെ പോസിറ്റീവായ സമീപനം പുലർത്തുന്ന കുടുംബമാണെങ്കിൽ കൂടി ഒരു ട്രാവലോഗ് ടെലിവിഷന് വേണ്ടി നിർമ്മിക്കുക എന്നത് അക്കാലത്ത് അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ്. കാരണം ഒരു മൊബൈൽ ഫോണിന്റെ ക്യാമറയോ 10,000-5,000 രൂപയുടെ ഒരു ചെറിയ വീഡിയോ ക്യാമറ അല്ലെങ്കിൽ ഒരു ക്യാമറയോ കൊണ്ട് നമുക്ക് അക്കാലത്ത് ടെലിവിഷൻ പ്രോഗ്രാമുകൾ ഷൂട്ട് ചെയ്യാൻ കഴിയുമായിരുന്നില്ല. അപ്പൊ അതിന് വലിയൊരു സന്നാഹം വേണം, വലിയ മുതൽ മുടക്ക് വേണം, അതിന് വലിയ ഒരു ടെലിവിഷൻ ചാനലിന്റെ പിൻബലം വേണം. അതിനു വേണ്ടി വരുന്ന വലിയ അധ്വാനവും വലിയ പണം മുടക്കും ഒക്കെ എനിക്ക് സാധ്യമാവോ എന്ന് എല്ലാവർക്കും എന്നിനെ പോലെ തന്നെ ആശങ്കയുണ്ടായിരുന്നു. അപ്പൊ അത് എൻ്റെ കുടുംബാംഗങ്ങളെ കൺവിൻസ് ചെയ്യുക എന്നത്, നിങ്ങൾ ഇന്നൊരു വ്യവസായം ആരംഭിക്കാൻ പുറപ്പെടുമ്പോൾ നിങ്ങളുടെ കുടുംബത്തെ കൺവിൻസ് ചെയ്യുന്നത് പോലെ ബുദ്ധിമുട്ടാണ്. അപ്പൊ ആ കൺവിൻസിങ് സ്റ്റേജിൽ
നിങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത് പോലുള്ള പ്രതിസന്ധികൾ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അല്ലാതെ അത് ഞാൻ പലപ്പോഴും പോസിറ്റീവായി കാര്യങ്ങളെക്കുറിച്ച് പറയാറുണ്ടെങ്കിലും ഒന്നും പോസിറ്റീവ് ആയിരുന്നില്ല എൻ്റെ ജീവിതത്തില്. കാരണം എൻ്റെ വീട്ടിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ നാട്ടിലും എതിർപ്പുകൾ ഉണ്ടായിട്ടുണ്ട്, എൻ്റെ സുഹൃത്തുക്കളിൽ നിന്നും എതിർപ്പുകളും പരിഹാസങ്ങളും ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ന് നിങ്ങളിൽ ഒരാള് യാത്ര അടിസ്ഥാനമാക്കി എന്തെങ്കിലും ഒരു പരിപാടി ചെയ്യുന്നെന്ന് പറയുമ്പോൾ ആളുകൾക്ക് മുൻപിൽ ഒത്തിരി മാതൃകകളുണ്ട്. ആ, അയാൾ ചെയ്ത പോലെയല്ലേ, അല്ലെങ്കിൽ ഇങ്ങനെയല്ലേ, ഇയാൾ വിജയിച്ചല്ലോ, നിനക്കും വിജയിക്കാം എന്ന് പറയാം. എന്നാൽ നിങ്ങൾ നാളെ ഒരു സ്വപ്നം നിങ്ങളുടെ കുടുംബാംഗങ്ങളുമായിട്ട് പങ്കുവയ്ക്കുകയാണ്. അതായത് ചൊവ്വയിലേക്ക് അല്ലെങ്കിൽ ചന്ദ്രനിലേക്ക് ഒരു യാത്ര ഞാൻ പോകുന്നു, ഞാൻ ക്യാമറയായിട്ട് പോവുകയാണ്, അതിന്റെ ടെക്നോളജി ഞാൻ അമേരിക്കയിൽ നിന്ന് വാങ്ങി, റോക്കറ്റ് ഞാൻ വേറെ ചില കമ്പനിയെ കൊണ്ട് നിർമ്മിച്ച് ഞാൻ പോകും എന്ന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്ന് പറഞ്ഞാൽ വീട്ടുകാർ വിശ്വസിക്കുമോ? അത് അതിനോട് വിശ്വസിക്കില്ല എന്ന് മാത്രമല്ല, നിങ്ങളുടെ ഒരു സ്ക്രൂ എവിടെയോ തലയ്ക്കുള്ളിൽ ഇളകി തുടങ്ങിയിരിക്കുന്നു എന്നായിരിക്കും ആളുകൾ ചിന്തിച്ചു തുടങ്ങുക. ഏതാണ്ട് അതിന് സമാനമായിരുന്നു ഈ 90കളുടെ മധ്യകാലഘട്ടത്തിൽ ലോകം മുഴുവൻ സഞ്ചരിച്ച് ഞാനൊരു ടെലിവിഷൻ പരിപാടി ഉണ്ടാക്കുമെന്നും അത് റെഗുലറായിട്ട് ടി വിയിൽ കാണിക്കുമെന്ന് പറയുമ്പോൾ അന്നത്തെ ആളുകളുടെ അവിശ്വസനീയത. അപ്പൊ എൻ്റെ വീട്ടുകാരും അന്ന് കരുതിയിരുന്നത് ഈ പറഞ്ഞതുപോലെ നിങ്ങൾ ഇന്ന് ചന്ദ്രനിലേക്ക് ഒരു യാത്ര, നിങ്ങൾ റോക്കറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് പോവുകയാണ് എന്ന് പറയുന്നത് പോലത്തെ ഒരു അവിശ്വസനീയത തന്നെയായിരുന്നു. കാരണം ഇന്ന് ജീവിക്കുന്ന തലമുറയിൽപ്പെട്ട ആളുകൾക്ക് അത് അന്നത്തെ യാത്രകൾ, അതിന്റെ സാഹചര്യങ്ങൾ, ഇന്റർനെറ്റ് ഇല്ല, മൊബൈൽ ഫോണില്ല. നിങ്ങൾക്ക് അമേരിക്കയുടെ ഏത് ഭാഗത്താണ് മെക്സിക്കോ കിടക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് കണ്ടുപിടിക്കണമെങ്കിൽ ചുവരിൽ ഒരു മാപ്പ് ഉണ്ടെങ്കിൽ അതിൽ നോക്കി മാത്രം കണ്ടുപിടിക്കാൻ കഴിയുന്ന ഒരു കാലത്താണെന്ന് ഓർക്കണം. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ കരുതുന്നത് പോലെ വീട്ടുകാരെല്ലാം നമുക്ക് സപ്പോർട്ട് തന്നു എന്നുള്ളതല്ല. വീട്ടുകാരൊക്കെ ആഗ്രഹിച്ചിരുന്നത് ഞാൻ ഏതെങ്കിലും നല്ലൊരു ജോലിയിൽ പ്രവേശിക്കുന്നതോ, എന്റെ പിതാവ് കരുതിയിരുന്നത് അദ്ദേഹം പ്രവർത്തിച്ച മേഖലയിൽ അദ്ദേഹം സ്കൂളൊക്കെ നടത്തുകയാണ്. എൻ്റെ അടുത്ത് പലതവണ പറഞ്ഞു, നീ ഇങ്ങനെ നടക്കാതെ ഈ സ്കൂളിൽ വന്ന് എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് എന്നെ നിർബന്ധിച്ച കാലമൊക്കെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അതിന്റെ പേരിലൊക്കെ വലിയ സംഘർഷങ്ങളും ഉണ്ടായിട്ടുണ്ട്. എന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ നിന്ന് ഇനി ഈ സ്ഥാപനത്തിൽ കയറിപ്പോകരുത് എന്ന് പറഞ്ഞ് പുറത്താക്കിയ കാലങ്ങളും ഉണ്ട്. അപ്പൊ ഞാന് 2-3 വർഷത്തോളം പുറത്തുകൂടി അലഞ്ഞു നടന്ന കാലത്താണ് സഞ്ചാരത്തിന്റെ തുടക്കം ഇട്ടത്. അപ്പൊ നിങ്ങൾ അറിയാത്ത വലിയ പ്രതിസന്ധികളുടെയും സംഘർഷങ്ങളുടെയും ഏറ്റുമുട്ടലുകളുടെയും ഒക്കെ ഒരു കാലം എന്റെ ജീവിതത്തിലുണ്ട്. തീർച്ചയായും സർ. സാർ ഇപ്പോൾ സഞ്ചാരത്തിന്റെ തുടക്കത്തിൽ സാറിന് ഫാമിലിയോട് കൺവിൻസ് ചെയ്യാൻ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകൾ, അത്തരം തടസ്സങ്ങളെ പറ്റി ഷെയർ ചെയ്തു. എനിക്ക് തോന്നുന്നു തന്റെ സ്വപ്നങ്ങൾ തേടി യാത്ര ചെയ്യുമ്പോൾ അല്ലെങ്കിൽ വഴിയിൽ തടസ്സങ്ങൾ വരാം. ചിലപ്പോൾ പല കഷ്ടപ്പാടുകളാവാം, അല്ലെങ്കിൽ ചെറു പരാജയങ്ങളുടെ രീതിയിലാവാം. അവയെ മറികടന്ന് മുന്നേറുമ്പോഴേ നമുക്ക് വിജയം കൈവരിക്കാനാവുകയുള്ളൂ. സോ സഫാരി എന്ന ചാനൽ ഇന്ത്യൻ മീഡിയയിൽ തന്നെ ഇപ്പോൾ ഒരു ഒറ്റയായ അല്ലെങ്കിൽ യുണിക്കായ ഒരു എക്സ്പെരിമെന്റ് ആണ്. സാർ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായല്ലോ, സന്നാഹങ്ങളല്ല ബുദ്ധിയാണ് മുതൽക്കൂട്ടെന്ന്. അപ്പോൾ ഈ സന്നാഹങ്ങളില്ലാതെയുള്ള ഒറ്റയാൾ പ്രയാണം തുടങ്ങിയപ്പോൾ അത്തരത്തിലുള്ള എന്തെങ്കിലും ചെറു പരാജയങ്ങളോ തടസ്സങ്ങളോ അങ്ങനെ എന്തെങ്കിലും നേരിട്ടിട്ടുണ്ടായിരുന്നു? ഞാൻ ഏത് കാര്യത്തിലേക്ക് ഇറങ്ങുമ്പോൾ വളരെ കാലം അതിനെക്കുറിച്ച് ചിന്തിക്കുകയും പഠിക്കുകയും ഗവേഷണം നടത്തുകയും ചെയ്തിട്ട് തന്നെയേ ഇറങ്ങാറുള്ളൂ. ഞാൻ സ്വയം ബോധ്യമില്ലാത്ത ഒരു കാര്യത്തിൽ ഞാൻ ഇറങ്ങാറില്ല. ഇപ്പൊ ഞാൻ ലോകയാത്രകൾ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ കേരളത്തിലൂടെ നിരന്തരം യാത്ര ചെയ്ത് എൻ്റെ ഒരു കാറിൽ മാരുതി 800 അന്നൊരു മാരുതി വാനാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അത് ഏതാണ്ട് ഒരു 30,000 രൂപയ്ക്ക് ഞാൻ അന്ന് കോളേജ് മാഗസിനുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുമായിരുന്നു എൻ്റെ നാട്ടിലെ. നിരവധി കോളേജുകളുടെ കോളേജ് മാഗസിനുകൾ ഞാനാണ് പ്രിന്റ് ചെയ്ത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിലൂടെ ലഭിക്കുന്ന വരുമാനമായിരുന്നു പ്രധാനമായിട്ടും എൻ്റെ ഇത്തരം ആദ്യകാല പര്യവേഷണങ്ങൾക്കുള്ള മുതൽ മുടക്ക്. അതുകൂടാതെ എൻ്റെ പിതാവ് 2 തവണയായി എനിക്ക് ഒരു തവണ സമയം എന്നൊരു പരിപാടി ചെയ്യുന്നതിന് വേണ്ടി ഒരു 40,000 രൂപയും പിന്നീട് കൃഷ്ണഗാഥ എന്നൊരു ഒരു ഫിക്ഷൻ ഷൂട്ട് ചെയ്യുന്നതിന് വേണ്ടി 30,000 രൂപയും തന്നു. ഇത് രണ്ടും ആണ് അദ്ദേഹം എനിക്ക് പണമായിട്ട് തന്ന ആ കാലത്തെ എൻ്റെ മുതൽ മുടക്ക്. അതുകൂടാതെ എൻ്റെ ഈ ടെലിവിഷൻ പരിപാടികൾക്കും മറ്റുമൊക്കെ ഉണ്ടായ പണം ഞാൻ നടത്തിയ ഇത്തരം ചില വ്യവസായങ്ങള്, ചില സംരംഭങ്ങള്, അതിനു മുമ്പ് നടത്തിയ ടെലിവിഷൻ പരിപാടികള്, ഇതിലൂടെ ലഭിച്ച വരുമാനമാണ്. അതുകൊണ്ട് ഞാൻ കേരളം മുഴുവൻ സഞ്ചരിച്ച് കേരള വിശേഷം എന്നൊരു പരിപാടി ഉണ്ടാക്കി
അത് കേരളത്തിലെ ഓരോ ഗ്രാമങ്ങളിലൂടെയും ഞാനും എൻ്റെ ഒരു സഹായിയും മാത്രം ക്യാമറയുമായി സഞ്ചരിച്ചുണ്ടാക്കിയ പരിപാടികൾ. അത് ദീർഘകാലം ദൂരദർശന്റെ DD4 എന്ന് പറയുന്ന ചാനലിൽ സംപ്രേഷണം ചെയ്തിരുന്നു. അതിലൂടെയും കുറെ വരുമാനം ലഭിച്ചു. കാരണം അതൊരു എപ്പിസോഡിന് 20,000 രൂപയെ കിട്ടുള്ളൂ. പക്ഷെ അത് നിരവധി എപ്പിസോഡുകൾ ചെയ്യാൻ അന്ന് പറ്റി. അങ്ങനെ അടുത്തതായി ഞാൻ ദക്ഷിണേന്ത്യയിലേക്ക് യാത്ര ആരംഭിച്ചു. ദക്ഷിണേന്ത്യയിലൂടെ യാത്ര ചെയ്ത് അറിയാത്ത നാടുകളിലൂടെ എങ്ങനെ യാത്ര ചെയ്യാമെന്നും ഒരു യാത്രയിൽ ഒരു ദിവസം എത്ര എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്യാൻ കഴിയുമെന്നും അതെങ്ങനെ എഡിറ്റ് ചെയ്യാൻ കഴിയുന്നു, അത് എത്ര സമയം വേണമെന്നും ഇങ്ങനെ ഞാൻ സ്വയം അതിനെ പ്രവർത്തിച്ച് പഠിച്ച് ആണ് ഞാൻ തൊട്ടടുത്ത അയൽരാജ്യമായി നേപ്പാളിലേക്ക് പോകുന്നത്. അപ്പൊ നമ്മൾ ഇന്ത്യ മുഴുവൻ സഞ്ചരിച്ച ഒരാൾക്ക് നേപ്പാളിലേക്കുള്ള യാത്ര ഒട്ടും വ്യത്യസ്തമല്ല. അങ്ങനെ ഘട്ടം ഘട്ടമായി ഓരോ ചെറിയ ചെറിയ ചുവടുവയ്പ്പുകളിലൂടെയാണ് ഞാൻ വിദേശ യാത്രയ്ക്കുള്ള കരുത്താർജിച്ചത്. നേപ്പാൾ കഴിഞ്ഞ് ഞാൻ പോയത് മാൽദീവ്സിലേക്കാണ്. അതും വലിയൊരു വിദേശയാത്ര പോകുന്ന പോലത്തെ ഒരു വലിയ റിസ്ക് ഒന്നുള്ളതല്ല. ഒരു 3-4 ദിവസം കൊണ്ട് ഞാൻ പോയി കുറെ എപ്പിസോഡുകൾ ഷൂട്ട് ചെയ്തു. പിന്നെ അടുത്തതായിട്ട് ഞാൻ സിംഗപ്പൂര്, മലേഷ്യ അങ്ങനെ പോയി. പിന്നീട് യൂറോപ്പിലേക്ക് പോയി. അങ്ങനെ ഘട്ടം ഘട്ടമായി ഞാൻ ഓരോരോ ചെറിയ ചെറിയ ചുവടുകൾ വെച്ച് അത് ഉറപ്പിച്ചതിന് ശേഷം അടുത്തതിലേക്ക് കടക്കുക ചെയ്തത്. അപ്പോ ഒരു ടെലിവിഷൻ നടത്താൻ വേണ്ട എല്ലാ ടെക്നോളജിയും എല്ലാ ജോലിയും എനിക്കറിയാമെങ്കിൽ മാത്രമേ ഞാൻ ഒരു ടെലിവിഷൻ പ്രവർത്തനം ആരംഭിക്കുകയുള്ളൂ. അപ്പൊ അതിന്റെ ടെക്നോളജി എന്ത് വേണമെന്ന് എനിക്കറിയാം, ഏത് ക്യാമറയാണ് ഏറ്റവും നല്ലതെന്ന് അറിയാം, ഏത് എഡിറ്റ് സ്യൂട്ടാണ് നല്ലതെന്ന് അറിയാം, അതിന് എങ്ങനെയാണ് എന്റെ വർക്ക് ഫ്ലോ ഡിസൈൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ എന്റെ സ്ഥാപനങ്ങളിൽ ഏത് പുതിയ ടെക്നോളജി ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്താലും അത് ആദ്യം പഠിക്കുന്നത് ഞാനാണ്. എനിക്ക് പഠിച്ച് ബോധ്യം വന്നെങ്കിൽ മാത്രമേ ഞാൻ മറ്റുള്ള ട്രെയിൻ ചെയ്ത് അതിലെ പഠിപ്പിക്കുകയുള്ളൂ. അവർക്കൊരു സംശയം ആ ടെക്നോളജിയിൽ വന്നാൽ അവരാദ്യം വരുന്നത് എൻ്റെ അടുത്ത് തന്നെ ആയിരിക്കും. കാരണം അവരെക്കാൾ അതിലെനിക്ക് അറിവുള്ളത് കൊണ്ടാണ് ഞാൻ അവരുടെ ലീഡർ ആവുന്നത്. അപ്പൊ സഫാരി ചാനലിലെ എല്ലാ പരിപാടികളും ഞാൻ ഡിസൈൻ ചെയ്ത് രൂപപ്പെടുത്തിയെടുത്ത പരിപാടികളാണ്. അത് ഒരു ദിവസം അങ്ങ് ഡിസൈൻ ചെയ്തതല്ല. സഫാരി എന്നൊരു ചാനല് വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ മനസ്സിൽ സ്വപ്നമായ കാലം മുതൽ ഞാൻ എൻ്റെ ഡയറികളിൽ എഴുതി സൂക്ഷിച്ച പരിപാടികളാണ് ഇതൊക്കെ. അതെന്റെ മനസ്സിൽ രൂപം കൊണ്ട പരിപാടികളാണ്. ഞാനിവിടെ കുറെ ആളുകളുടെ സ്വപ്നങ്ങൾ എടുത്തൊരു ചാനൽ ഉണ്ടാക്കുകയല്ല ചെയ്തേ. എന്റെ സ്വപ്നങ്ങൾ നടപ്പാക്കാൻ എന്നെ സഹായിക്കാൻ കഴിയുന്ന ആളുകളുടെ ഒരു ചെറിയ സംഘത്തെ വളർത്തിയെടുക്കുകയാണ് ചെയ്തത്. അവരോട് സ്വപ്നമായിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ല. ഞാൻ പറഞ്ഞത് എന്റെ സ്വപ്നത്തിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ളവർ വരാനേ ഞാൻ ക്ഷണിച്ചിട്ടുള്ളൂ. അങ്ങനെയുള്ള ആളുകൾ വരികയും ആ സ്വപ്നം നടപ്പാക്കാൻ എന്നെ സഹായിക്കാൻ എന്റെ കൂടെ കൂടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോ 2 രീതിയിൽ ഒരു സ്ഥാപനം നടത്താം. ഒന്ന്, കുറേയേറെ സ്വപ്നമുള്ള ആളുകളെ എല്ലാം കൂടെ ചേർത്ത് അവരുടെ എല്ലാ സ്വപ്നം നടത്തുന്ന ഒരു സ്ഥാപനം ഉണ്ടാക്കാം. അതല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ സ്വപ്നം നടപ്പാക്കാൻ പല ആളുകളെ സഹായത്തിന് കൂടെ കൂട്ടാം. ഞാൻ ചെയ്തത് എന്റെ സ്വപ്നം നടപ്പാക്കാൻ സഹായത്തിന് പലരെയും കൂടെ കൂട്ടുക എന്നുള്ളൊരു കാര്യമാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ നടക്കുന്ന എല്ലാ പ്രവർത്തനവും എന്റെ സ്വപ്നത്തിന്റെ ഭാഗം തന്നെയാണ്. അത് ഒരു ഏകാധിപത്യപരമായ ഒരു പ്രവണതയല്ലേ എന്നൊക്കെ ചിലർ ചോദിക്കാം. അതെ, ആയിരിക്കാം. MT വാസുദേവൻ നായർ ഒരു നോവൽ എഴുതുമ്പോൾ ഏകാധിപത്യമാണല്ലോ അവിടെ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കഥ മാത്രമേ രൂപം കൊള്ളുന്നുള്ളൂ. അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള കഥാപാത്രങ്ങളെ അവിടെ ജനിക്കുന്നുള്ളൂ. അല്ലാതെ അയൽവക്കക്കാരനോടും എഴുത്തുകാരനോടും MTയുടെ വീട്ടിലെ ജോലിക്കാരോടും ഒന്നും അഭിപ്രായം ചോദിച്ചിട്ടായിരിക്കണമെന്നില്ല അദ്ദേഹം അത് ചെയ്യുന്നത്. അപ്പോ അതൊരു ക്രിയേറ്റീവ് പേഴ്സണാലിറ്റിയുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ടതാണ്. അപ്പോ പ്രസ്സിലെ കമ്പോസ് ചെയ്യുന്ന ആളുണ്ടാവും MTയുടെ നോവല്, പക്ഷെ അതിൽ ഒരു വാക്ക് പോലും മാറ്റാൻ ആ കമ്പോസിറ്റർക്ക് അവകാശമില്ല. പ്രിന്റ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവാം, പക്ഷെ അതിലൊരു അക്ഷരം പോലും കൂട്ടിച്ചേർക്കാൻ ആ പ്രിന്റർക്ക് അവകാശമില്ല. എന്നതുപോലെ തന്നെ ഉള്ള ഒരു ക്രിയേറ്റീവ് പ്രോസസ്സാണ് എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും. അതുകൊണ്ട് തന്നെ അത് പൂർണ്ണമായും എൻ്റെ ഒരു ക്രിയേറ്റിവിറ്റിയുടെ അളവ് സ്കോപ്പിൽ വരുന്ന കാര്യമാണ്. തീർച്ചയായും സാർ, കാരണം എല്ലാ ഒരു സംരംഭകർക്കും ഉണ്ടാകുന്ന ഒരു പാഠമാണ് സാർ ഇപ്പോൾ പറഞ്ഞത്. അതുപോലെ തന്നെ സാർ മുന്നേ പറയണ്ടായിരുന്നു സാറിന്റെ ചെറുപ്പകാലത്തെ ബാല്യത്തെ കുറിച്ച്. ഞാൻ എൻ്റെ ഒരു ചെറുപ്പകാലത്തെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ. ബിക്കോസ് എൻ്റെ ഒക്കെ ചെറുപ്പകാലത്ത് ഞങ്ങളുടെ ബാഗുകളിൽ ഞങ്ങൾ പുസ്തകങ്ങളൊക്കെ നിറച്ചു വെക്കുമ്പോൾ ആ പാഠപുസ്തകങ്ങളിലൊക്കെ ആകെ ഉണ്ടായിരുന്നത് കുറെ കടുകട്ടി വാക്കുകളും അതുപോലെ തന്നെ കുറെ ചോദ്യങ്ങളും ഒക്കെയാണ്. ആ എല്ലാം പുസ്തകങ്ങൾക്കിടയിലും ഒരു വർണ്ണ പുസ്തകത്തിന് എപ്പോഴും ഇടമുണ്ടായിരുന്നു. അത് പ്രത്യേകിച്ച് ഞങ്ങൾ മലയാളികൾ ഞങ്ങളോട് നെഞ്ചോട് തന്നെ ചേർത്ത് വെച്ചിരുന്ന ലേബർ ഇന്ത്യ എന്ന മാസികയായിരുന്നു. സാറിന്റെ ലേബർ ഇന്ത്യയും അതുപോലെ തന്നെ സഫാരി എന്ന ചാനലും, ഇത് രണ്ടും ഇതുവരെ ഇന്നേ വരെ ഒരു ക്വാളിറ്റിയിലും ഒരു കോംപ്രമൈസും ഇല്ലാതെ ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നു. സാറിനോടുള്ള എൻ്റെ ചോദ്യം ഇതാന്ന് വെച്ചാൽ, എങ്ങനെ സാറിന് പറ്റുന്നു ഈ 2 കാര്യങ്ങളും ഒരേ തോതിൽ മാനേജ് ചെയ്തു പോവാം? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒത്തിരിയേറെ കാര്യങ്ങൾ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട്. എന്തുകൊണ്ടാണ് നിങ്ങൾ തമിഴിൽ സഫാരി തുടങ്ങാത്തത്, എന്തുകൊണ്ടാണ് ഇംഗ്ലീഷിൽ തുടങ്ങാത്തത്, ഹിന്ദിയിൽ തുടങ്ങാത്തത്, നിങ്ങൾ എന്തുകൊണ്ടാണ് ട്രാവൽ കമ്പനി തുടങ്ങാത്തത് എന്നൊക്കെ എല്ലാവരും ചോദിക്കാറുണ്ട്. അതിന്റെ ഉത്തരം ഇപ്പൊ ഈ പറഞ്ഞതാണ്.
ഞാൻ ഏത് പണി ചെയ്താലും അത് പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധമുള്ള ഒരാളാണ്. ലേബർ ഇന്ത്യയുടെ 33 മാസികകൾ ഇവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുന്നുണ്ട്. ആ പ്രസിദ്ധീകരിക്കുന്ന ഓരോ മാസികയും ഏറ്റവും പെർഫെക്റ്റ് ആയിരിക്കണം എന്ന് നിർബന്ധം പുലർത്തുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സഹപ്രവർത്തകരുമായി യുദ്ധം കൂടാറുണ്ട് ഒരൊറ്റ കാര്യത്തിന് വേണ്ടി. അത് ചെയ്യുന്ന നമ്മൾ പ്രസിദ്ധീകരിക്കുന്ന മാസിക അല്ലെങ്കിൽ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി അതിൽ ഒരു തെറ്റുപോലും കടന്നുകൂടരുത് എന്ന കാര്യത്തിൽ. എങ്കിലും എന്നെയും വെട്ടിച്ച് എൻ്റെ മറ്റു കാര്യങ്ങളിലേക്കുള്ള ശ്രദ്ധ തിരിയുമ്പോഴൊക്കെ അപൂർവമായി തെറ്റുകളോ അല്ലെങ്കിൽ വീഴ്ചകളോ അതിനകത്ത് വരുന്നില്ലെന്നല്ല, പക്ഷെ താരതമ്യേന കുറവാണ്, വളരെ കുറവാണ്. അപ്പൊ ഒരു തെറ്റുണ്ടായാൽ അതിനിവിടെ വലിയ പിഴ കൊടുക്കേണ്ടി വരുമെന്ന് എൻ്റെ സഹപ്രവർത്തകർക്കും എനിക്കും ഒക്കെ നന്നായിട്ട് അറിയാം. അപ്പോ ക്വാളിറ്റി അത് ചെയ്യാൻ, ക്വാളിറ്റി കൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മൾ കമ്മിറ്റ് ചെയ്യാൻ പാടില്ല. ഞങ്ങളുടെ ഒരു കൾച്ചർ അങ്ങനെയായി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ലേബർ ഇന്ത്യ എന്നതിൽ പ്രവർത്തിക്കുന്നത് ഞാൻ മാത്രമല്ല, ഏതാണ്ട് 400ഓളം ആളുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതിൽ റിട്ടയർഡായ വിദ്യാഭ്യാസ വിചക്ഷണന്മാരും പ്രൊഫസർമാരും ശാസ്ത്രജ്ഞന്മാരും ഒക്കെയുണ്ട്. BARC പോലുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച ശാസ്ത്രകാരന്മാര് ഇതിന്റെ കോൺട്രിബ്യൂട്ടേഴ്സ് ആയുണ്ട്. അപ്പൊ ഇവരൊക്കെ ചേർന്ന് ഒരു സന്നാഹം, ഒരു പാരഗ്രാഫ് മാറ്റർ എഴുതുകയാണെങ്കിൽ, ഒരു പാഠത്തിന് ഇൻട്രൊഡക്ഷൻ എഴുതുകയാണെങ്കിൽ 4 പേരെങ്കിലും അത് തിരുത്തിയതിനു ശേഷമാണ് അത് കമ്പോസ് ചെയ്യാൻ തന്നെ പോകുന്നത്. കമ്പോസ് ചെയ്തതിനു ശേഷം വീണ്ടും സ്ക്രൂട്ടിനി ഡിപ്പാർട്ട്മെന്റിൽ പോകും, വീണ്ടും ലേഔട്ട് ചെയ്ത് കഴിഞ്ഞ് വീണ്ടും സ്ക്രൂട്ടിനി ഡിപ്പാർട്ട്മെന്റിൽ പോകും. ഇതില് ഒരു കാര്യത്തിലും വിട്ടുവീഴ്ച ചെയ്യാത്ത വളരെ കണിശക്കാരായ, മുഖം നോക്കാതെ നടപടികൾ എടുക്കുന്ന സീനിയറായ 85ഉം 90ഉം വയസ്സായ അധ്യാപകർ വരെയുണ്ട്. അവരെ വെച്ചിരിക്കുന്നത് പുതിയ തലമുറയിലെ ആശയങ്ങളോ പുതിയ തലമുറയിലെ ചിന്തകളോ ഒന്നും അവർക്ക് വഴങ്ങില്ലായിരിക്കാം, പക്ഷെ അവർക്ക് ഒന്ന് വഴങ്ങും. ഒരക്ഷരത്തെറ്റോ ഒരു കുത്തോ കോമയോ മാറിപ്പോയാൽ അവർ വിട്ടുവീഴ്ചയില്ലാതെ പിടിച്ച് വെട്ടി അത് തിരുത്തിച്ചേ വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും പുതിയ തലമുറയിലെ ടെക്നോക്രാറ്റുകളും കലാകാരന്മാരും എല്ലാവരും ചേർന്ന ഒരു ടീമിനെയാണ് ഞാൻ നയിക്കുന്നത്. അപ്പോ ഞങ്ങളുടെ മുഖമുദ്ര തന്നെ തെറ്റില്ലാത്ത, മണ്ടത്തരമില്ലാത്ത, ഏറ്റവും പെർഫെക്റ്റ് ആയ ഒന്ന്. കസ്റ്റമർക്ക് ഇത് വാങ്ങുന്നത് കുട്ടികളാണ്. സഫാരി കാണുന്നതിൽ വലിയൊരു ശതമാനം വിദ്യാർത്ഥികളുണ്ട്, ചെറുപ്പക്കാരുണ്ട്, ഗവേഷണം നടത്തുന്നവരുണ്ട്, വിവരമുള്ളവരാണ്. മറ്റൊരു വാക്കി പറഞ്ഞാൽ അവർക്ക് അവജ്ഞ തോന്നുന്ന, അവർക്ക് പരിഹാസം തോന്നുന്ന മട്ടിൽ അബദ്ധങ്ങൾ ഒരു കാരണവശാലും ഈ ഉൽപ്പന്നങ്ങളിൽ ഉണ്ടാവരുത് എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുണ്ട്. എത്ര പണം ഓരോ വർഷവും ലാഭമായി അല്ലെങ്കിൽ ടേൺ ഓവറായി ഈ സ്ഥാപനത്തിന് ഉണ്ടാവുന്നു എന്നത് ഞാൻ ഒരിക്കലും ആശങ്കപ്പെടാറില്ല. ഞാൻ ആശങ്കപ്പെടുന്നത് ഒരു വർഷം എത്ര തെറ്റുകൾ നമ്മുടെ മാസികയിലുണ്ടായി, എത്ര അബദ്ധങ്ങൾ അല്ലെങ്കിൽ എത്ര മികച്ച പരിപാടികൾ ചാനലിൽ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ കഴിഞ്ഞു. ഇതിന്റെ കണക്കുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. തെറ്റുകളുണ്ടായത് അടുത്ത വർഷം തീരെ ഇല്ലാതാക്കാൻ ശ്രമിക്കും. മികച്ച പരിപാടികൾ ഉണ്ടായെങ്കിൽ അത്തരം പരിപാടികൾ അടുത്ത വർഷം വീണ്ടും കൂടുതൽ ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. വിജയം അല്ലെങ്കിൽ ലാഭം, സാമ്പത്തിക നേട്ടം ഒക്കെ ഈ 2 കാര്യങ്ങളിൽ നമ്മൾ ഉറച്ചു വിശ്വസിച്ചാൽ നമ്മളെ തേടിയെത്തും എന്ന ഒരു വിശ്വാസമാണ് എനിക്കുള്ളത്. അതെ, അത് സാർ പറഞ്ഞത് വളരെ വലിയൊരു മെസ്സേജ് തന്നെയാണ്. കാരണം ഇപ്പോൾ ഞങ്ങൾ സ്റ്റുഡൻസ് തന്നെ അല്ലെങ്കിൽ എന്റർപ്രനർഷിപ്പ് ആഗ്രഹിക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും അല്ലെങ്കിൽ ഓരോ കുട്ടിക്കും തന്നെ അതൊരു മുതൽക്കൂട്ട് തന്നെയാണ്. കാരണം ഓരോ ഫെയിലിയേഴ്സിനും അല്ലെങ്കിൽ ഓരോ വഴി അടയുമ്പോഴും പുതിയ വഴികൾ വെട്ടിപ്പിടിക്കാൻ അവരെ പ്രചോദനം ഉളവാക്കുന്നതാണ് സാറിന്റെ ഈ വാക്കുകൾ. താങ്ക് യു സർ ഫോർ ദോസ് വേർഡ്സ്. ഓക്കെ സർ, ഇനി ഞാൻ സാറിനെ കൂട്ടിക്കൊണ്ടു പോവുകയാണ്. ഒരു യാത്ര, കുറച്ച് വർഷങ്ങൾ പുറകിലോട്ടുള്ള ഒരു യാത്ര, ഒരു പഴയ യാത്ര. കൃത്യമായി പറഞ്ഞാൽ 1997. ഞാനും സന്തോഷ് സാറും ഇപ്പോൾ, സന്തോഷ് സാറിന്റെ ക്യാമറ എല്ലാം തൂക്കിക്കൊണ്ട് ഞാനും സന്തോഷ് സാറും ഇപ്പോൾ ഇരിക്കുന്നത് കൊച്ചി സൗത്ത് റെയിൽവേ സ്റ്റേഷനിലാണ്. ഇതിന്റെ ബാക്കി, ഈ കഥയുടെ ബാക്കി എനിക്ക് സാറിൽ തന്നെ കേൾക്കാനാണ് ആഗ്രഹം. ആ കഥ ഒത്തിരി പറഞ്ഞ് തേഞ്ഞ് അതിന്റെ എല്ലാം ഒരു ഭംഗി നഷ്ടപ്പെട്ട് കഴിഞ്ഞ കഥയാണ്. കാരണം ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയും സഞ്ചാരി ഡയർ ഗ്രൂപ്പിൽ പറയുകയും സംപ്രേഷണം ചെയ്യുകയും ഇപ്പൊ യൂട്യൂബിൽ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ കഥ തന്നെയാണ്. ഞാന് എൻ്റെ ആദ്യ യാത്ര നേപ്പാളിലേക്കായിരുന്നു. ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഒരു വിദേശ രാജ്യമാണ് നമുക്ക് തോന്നാത്ത ഒരു നാടാണ് നേപ്പാൾ. ഉത്തരേന്ത്യയുടെ ഒരു തുടർച്ച പോലെ നമുക്ക് തോന്നും. ആകെപ്പാടുള്ള വ്യത്യാസം നേപ്പാളിലേക്ക് കടക്കുന്നിടത്ത് ഒരു മതിൽ കെട്ടിയിട്ടുണ്ട്, അവിടെ ഒരു ഗേറ്റ് പണിതിട്ടുണ്ട് എന്നുള്ളത് മാത്രമാണ്. ആ ഗേറ്റ് കടന്നാൽ നമ്മുടെ ഉത്തർപ്രദേശിന്റെ അതേ മണ്ണ് തന്നെ വീണ്ടും തുടർന്നു പോകുന്നതായിട്ട് നമുക്ക് തോന്നുള്ളൂ.
അങ്ങനെ ഒരു ട്രെയിനിൽ ഞാൻ ഗോരഖ്പൂര്, ഉത്തർപ്രദേശിലെ ഗോരഖ്പൂരിൽ ചെന്നിട്ട് ഗോരഖ്പൂരിൽ നിന്ന് സുനോലി എന്ന് പറയുന്ന ഒരു ഗ്രാമത്തിലേക്ക് എത്തി. ഗ്രാമത്തിൽ നിന്ന് നടന്ന് ഞാൻ നേപ്പാളിലേക്ക് കയറി. നേപ്പാളിലൂടെയാണ് എൻ്റെ സഞ്ചാരം ആരംഭിക്കുന്നത്. അപ്പൊ അതൊരു നല്ല ഒരു ഓർമ്മയാണ്. കാരണം അതൊരു സംഘത്തിനൊപ്പമായിരുന്നു ഞാൻ പോയത്. കോഴിക്കോട് നിന്നുള്ള ഒരു ടൂറിസ്റ്റുകളുടെ ഒരു സംഘം. അവരുടെ കൂടെ പോയതുകൊണ്ട് അന്ന് ആ കൂടെ പോകാൻ കാരണം തനിച്ച് പോകാനോ തനിച്ച് ഇത്രയും വലിയൊരു ക്യാമറയുമായി സഞ്ചരിച്ച് സുരക്ഷിതമായിട്ട് ഷൂട്ട് ചെയ്ത് തിരിച്ചു വരാൻ കഴിയുമെന്ന് എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഈ സംഘത്തിന്റെ കൂടെ പോയത്. സംഘത്തിന്റെ കൂടെ ആകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ സേഫ് ആണ്. തന്നെ നല്ല ചുരുങ്ങിയ ചെലവിൽ പോകാം. ഒരു ബസ്സിലാണ് പോകുന്നത്, എല്ലാവരും ഉണ്ട്. അപ്പൊ നമുക്കൊരു കാറ് വിളിച്ച് പോകാനൊന്നും പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നില്ല അന്ന്. ഇന്ത്യയിൽ നിന്നുള്ള കാറുകൾ അന്ന് അങ്ങോട്ട് കയറ്റി വിടണമെങ്കിൽ പ്രത്യേക പെർമിറ്റ് ഒക്കെ വേണം. അതൊന്നും നമുക്കറിയില്ല. അപ്പോ നേപ്പാളിലൂടെ ഏതാനും നാളുകൾ ചിത്രീകരിച്ചു. പൊഖറയിലെ നിന്ന് കാഠ്മണ്ഡുവിലേക്ക് വിമാനത്തിൽ പറന്ന് ഷൂട്ട് ചെയ്യാൻ പറ്റി. അവിടെ വെച്ച് ഒരു പൈലറ്റിനെ പരിചയപ്പെട്ടു, രത്തൻ ലാമ എന്ന് പറയുന്നത്. അദ്ദേഹത്തെ കുറിച്ച് ഒരു കഥയാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത്. ഈ രത്തൻ ലാമ നമ്മളെ വലിയ തോതിൽ പ്രോത്സാഹിപ്പിച്ച ഒരാളാണ്. പ്രോത്സാഹിപ്പിച്ചെന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണമെന്നില്ല അത് എത്ര വലിയ പ്രോത്സാഹനമായിരുന്നു എന്ന്. അദ്ദേഹം സ്വാഭാവികമായിട്ടും അയാളുടെ ഒരു കൗതുകം കൊണ്ട്, അദ്ദേഹം ഇങ്ങനെ ഒരാളെ ആദ്യമായി ജീവിതത്തിൽ കാണുന്നത് കൊണ്ട്, അക്കാലത്തൊക്കെ ഞാൻ പറഞ്ഞില്ല, ഇന്നത്തെ ആളുകൾക്ക് അതിനെ ഇമാജിൻ ചെയ്യാൻ കഴിയില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷം, 2-3 വർഷമായിട്ടുള്ള ആളുകളെല്ലാം ക്യാമറയുമായി യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട്. അതായത് അതെല്ലാം യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്ന ഒരു സാഹചര്യം വന്നെന്നാണ്. ജിയോ എന്ന ഒരു മൊബൈൽ സേവന ദാതാവ് ഇന്ത്യയിൽ എന്ന് രംഗപ്രവേശനം അന്ന് മുതൽ ചീപ്പായ ഡേറ്റ ലഭ്യമായതോടുകൂടിയാണ് ഇതൊക്കെ പ്രചാരമായത്. അതുവരെ ഈ കഴിഞ്ഞ ഒരു 2 വർഷം മുമ്പ് വരെ എത്ര പേർ ക്യാമറയുമായി ട്രാവലുകൾ ചെയ്തിട്ടുണ്ടോ? നിങ്ങൾ യൂട്യൂബിൽ ഒന്ന് ലിസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം, ആരുമില്ല. അപ്പോ അതുവരെയുള്ള സാഹചര്യങ്ങള് അതിനുശേഷമുള്ള സാഹചര്യവും വ്യത്യസ്തമാണ്. ഇന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് സംസാരിച്ചു. അയാൾക്ക് കേരളത്തിലെ പ്രശസ്തയായ ഒരു സെലിബ്രിറ്റിയാണ്. അപ്പൊ അവരോട് ഞാൻ പറഞ്ഞു അവർക്ക് കൂടുതലൊന്നും ഇപ്പൊ ചെയ്യാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞു യൂട്യൂബിൽ ഒരു വീഡിയോ തുടങ്ങും, നിങ്ങളെ കേൾക്കാൻ ആളുകളുണ്ടല്ലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞൊരു വാക്ക് ഇതാണ്: ഈ കേരളത്തിലെ 3.5 കോടി ജനങ്ങൾ ഇപ്പോൾ യൂട്യൂബ് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഇനി ഞാൻ ചെയ്താൽ എന്താണ് ഇതിനകത്ത് യൂണീക്നെസ് ഉണ്ടാവുക? അപ്പൊ 3.5 കോടി ജനങ്ങൾ യൂട്യൂബ് ചാനൽ തുടങ്ങുന്ന ഒരു സാഹചര്യത്തിൽ എത്തുന്ന കാലത്ത് നമ്മൾ ഇത് പറയുമ്പോൾ അതിനകത്ത് പുതുമയില്ല. പക്ഷേ അന്ന് ഒരാളും യാത്ര ചെയ്യാത്തൊരു കാലം ചിന്തിക്കണം. ഒറ്റ മനുഷ്യരും യാത്ര ചെയ്യുന്നില്ലാത്ത കാലം. ഒരു മനുഷ്യർക്കും ഈ രാജ്യത്തിന്റെ അതിർത്തി വിട്ടു പോയി എങ്ങനെ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യണമെന്ന് പോലും അറിയത്തില്ലാത്തൊരു കാലം. ഇന്ത്യക്കകത്ത് പുറത്തു പോയി ഷൂട്ട് ചെയ്യുന്നത് ആകെപ്പാടെ ഹിന്ദി സിനിമകൾ മാത്രമാണ്. അതും അതിന്റെ പാട്ട് സീൻ മാത്രം എടുക്കാൻ വേണ്ടി അവര് കോടിക്കണക്കിന് രൂപ മുടക്കി വിദേശത്ത് പോയി ഷൂട്ട് ചെയ്തുകൊണ്ട് വരും. അത് കരീബിയൻ നാടുകളിലോ സ്വിറ്റ്സർലൻഡിലോ മറ്റോ പോയിട്ട് വരും. അതല്ലാതെ ഒരാളും ഒരു ക്യാമറയുമായി വിദേശത്ത് ഷൂട്ടിങ്ങിന് പോകുന്ന ഒരു സംസ്കാരമില്ലാത്ത കാലത്താണ് നമ്മൾ ഇത് ആരംഭിക്കുന്നതെന്ന് ഓർക്കണം. അപ്പോ അത് ഇദ്ദേഹത്തിനും കൗതുകമായിരുന്നു, ഈ പൈലറ്റിനും. അപ്പൊ അദ്ദേഹവും ആ നാട്ടിൽ ആരെയും ഇങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ അയാൾ പറഞ്ഞു ഇതൊരു വലിയ സംഭവമാകും, അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് ഈ പ്രവർത്തനമായിട്ട് മുമ്പോട്ട് പോകൂ എന്ന് ഒരു ധൈര്യം തന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അപ്പൊ ആ കഥയാണ് എനിക്ക് നേപ്പാളിലേക്കുള്ള ആദ്യ യാത്രയെ കുറിച്ച് പറയുമ്പോൾ എന്റെ മനസ്സിലേക്ക് വരുന്നത്. ഓക്കെ സാർ, സാറിന്റെ ഒരുപാട് ഇന്റർവ്യൂസ് ഞാനും കണ്ടിട്ടുണ്ട്. ഈ നേപ്പാളിലെ രത്തൻ ലാമനെ കുറിച്ച് പറയുന്നൊക്കെ ഒരുപാട് ഇൻസ്പയറിംഗ് ജേർണീസിന്റെ ഒക്കെ ഭാഗമാകുന്ന ഒരു രത്തൻ ലാമ എന്നൊരു വ്യക്തി സാറിന്റെ ജീവിതത്തിൽ ഒരു വലിയൊരു ഭാഗമായി കാണുന്നത് ഒരുപാട് അതിശയോക്തിയെ തോന്നി. ഓക്കെ സാർ, അടുത്തത് എനിക്ക് സാറോട് ഒരു ഡിഫറെന്റ് ആയിട്ട് ചോദ്യമാണ്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും അറിയാം സാർ ഒരുപാട് ചരിത്ര പ്രധാനമായ പല വഴിത്താരകളിലൂടെയും സാർ നടന്നു നീങ്ങിയിട്ടുണ്ട്. അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾസ് ആണ് ഈ ചെർണോബിലും അതുപോലെ തന്നെ നാസിയുടെ കോൺസെൻട്രേഷൻ ക്യാമ്പ്സിലൂടെയൊക്കെയുള്ള ആ ഒരു യാത്രാനുഭവങ്ങൾ. എനിക്ക് തോന്നുന്നു സംസ്കാരത്തിന്റെ കാൽപ്പാടുകൾ സാർ പ്രകാരം പിന്തുടർന്ന് പോകുമ്പോൾ സാറിന് ഒരുപാട് വൈകാരിക നിമിഷങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവില്ലേ? ആ സന്ദർഭങ്ങളിലൊക്കെ സാറിനുണ്ടായ ആ ഒരു വികാരങ്ങളെ കുറിച്ച് ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ നമ്മളുടെ മനുഷ്യർക്ക്, അതായത് കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ പൊതുവെ ഇന്ത്യക്കാർക്ക് ചരിത്രത്തോട് പറയത്തക്ക ഒരു ആഭിമുഖ്യം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അപൂർവം ചില ആളുകൾ ചരിത്രത്തെ ഒരു വരണ്ട വിഷയമായി ഗവേഷണത്തിന് വേണ്ടി, അതായത് ഒരു മൃതശരീരത്തെ ഒരു പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ സമീപിക്കുന്ന വികാരത്തോടെ ചരിത്രത്തെ സമീപിക്കുന്ന പണ്ഡിതന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്. അതല്ലാതെ
ചരിത്രത്തെ സ്നേഹിക്കുകയോ ചരിത്രത്തെ പ്രണയിക്കുകയോ ചെയ്യുന്ന ആളുകളെ ഞാൻ അധികം കണ്ടിട്ടില്ല. ചരിത്രം ലോകത്തെ ഏറ്റവും രസകരമായ ആസ്വാദ്യമായ ഒരു വിഷയമാണ്. ചരിത്രം ഏറ്റവും ആസ്വാദ്യമായ വിഷയമാണ് എന്ന് നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങളിൽ പലർക്കും വിശ്വാസവും വരാൻ വഴിയില്ല. എന്നാൽ ഞാൻ മറ്റൊരു ഉദാഹരണം പറയാം. നിങ്ങൾ ടൈറ്റാനിക് എന്നൊരു സിനിമ മറ്റേതൊരു മലയാള സിനിമയേക്കാൾ ആസ്വദിച്ച് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവാം. അത്തരത്തിൽ നിങ്ങൾ ഹോളിവുഡിൽ ഇറങ്ങിയിട്ടുള്ള ചരിത്രത്തെ അടിസ്ഥാനമാക്കി ഇറങ്ങിയിട്ടുള്ള സിനിമകളുടെ ഒരു ലിസ്റ്റ് എടുക്കുക. എന്നിട്ട് അതിൽ എത്ര അവസരങ്ങളിൽ നിങ്ങളുടെ കണ്ണ് നിറഞ്ഞ് ഒഴുകിയിട്ടുണ്ടെന്നും നിങ്ങൾ ഹൃദയം തുറന്ന് ചിരിച്ചിട്ടുണ്ടെന്നും എത്ര സമയം അതിന്റെ പ്രണയം നിങ്ങളുടെ മനസ്സിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിച്ചിട്ടുണ്ടെന്നും ചിന്തിച്ചു നോക്കുക. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ചരിത്രം എത്ര ഹൃദ്യമാണെന്ന്. അത് പറയാൻ അറിയുന്നവന്റെ കയ്യിൽ ചരിത്രം എത്തുമ്പോൾ, അവതരിപ്പിക്കാൻ അറിയുന്നവന്റെ കയ്യിൽ ചരിത്രം എത്തുമ്പോഴാണ് ടൈറ്റാനിക് പോലുള്ള ലോക ക്ലാസിക്കുകൾ ഉണ്ടാകുന്നത്. സേവിങ് പ്രൈവറ്റ് റയാൻ പോലെ, ഷിൻലേഴ്സ് ലിസ്റ്റ് പോലെ മനുഷ്യന്റെ ഹൃദയത്തെ മാന്തി കീറി എടുക്കുന്ന മുഹൂർത്തങ്ങൾ സൃഷ്ടിക്കാൻ കലാകാരന്മാർക്ക്, ചരിത്രബോധമുള്ളവർക്ക് സാധിക്കുന്നത്. ഹോളിവുഡ് സിനിമകളിൽ ഓസ്കാർ അവാർഡുകൾ നേടിയ സിനിമകളുടെ ഏതാണ്ട് 60% ചരിത്രത്തെ ആസ്പദമാക്കി ഉണ്ടാക്കിയ സിനിമകളാണ്. ബാഹുബലി എന്നൊന്ന് നിങ്ങൾക്കറിയാം, അത് ചരിത്രമാവണമെന്നില്ല പൂർണ്ണമായും, പക്ഷെ ഐതിഹ്യമാണ്. ഐതിഹ്യത്തിൽ കുറെ ചരിത്രവും കുറെ കിടക്കുന്നുണ്ട്. ഇപ്പോ അടുത്ത കാലത്ത് കുഞ്ഞാലി മരക്കാർ എന്നൊരു സിനിമ വരാൻ പോകുന്നുണ്ട്. നമ്മൾ ഇപ്പോഴാണ് ചരിത്രത്തെ പയ്യെ പയ്യെ സ്വീകരിച്ചു തുടങ്ങിയിരിക്കുന്നത്. ഈ ചരിത്രം ഇതേ കഥ തന്നെയാണ് ഞാൻ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ പോയി നിൽക്കുമ്പോഴും മറ്റു ചരിത്ര സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴും മലയാളിയുടെ മുൻപിൽ പറയാൻ ശ്രമിച്ചത്. ഒരു ഷിൻലേഴ്സ് ലിസ്റ്റ് എന്ന സിനിമ കാണാത്ത ഒരു മനുഷ്യനോട് വേൾഡ് വാർ 2 കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. വേൾഡ് വാർ 2 എന്താണെന്ന് അറിയാത്ത ഒരാൾക്ക് ഷിൻലേഴ്സ് ലിസ്റ്റ് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവാൻ പോകുന്നില്ല. അപ്പൊ നമ്മുടെ നാട്ടിൽ ചരിത്രാവബോധമുള്ള ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം. കേരളത്തിലെ വിദ്യാർത്ഥികളിലെ 90% ഞാൻ തുറന്നു പറയട്ടെ, ലക്ഷ്യബോധമില്ലാതെ, അവരുടെ പൊട്ടൻഷ്യൽ എന്താണെന്ന് തിരിച്ചറിയാതെ, അവർക്ക് എന്ത് അത്ഭുതം കാണിക്കാമെന്ന് കഴിയുമെന്ന് തിരിച്ചറിയാതെ, അവരെന്തിന് ജനിച്ചിരിക്കുന്നു എന്ന് പോലും മനസ്സിലാക്കാതെ എന്തൊക്കെയോ കോമാളിത്തരങ്ങൾ കാണിച്ച് ഈ ഭൂമിയിൽ ഒരു സിഗ്നിഫിക്കൻസും ഇല്ലാത്ത ജീവിതങ്ങളായി, ഇവരുടെ മരണശേഷം ഈ ഭൂമിയിൽ നിന്ന് അവര് പിൻവാങ്ങിയതിനു ശേഷം അങ്ങനെ ഒരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു എന്നതിന് ഒരു തെളിവ് പോലും അവശേഷിപ്പിക്കാതെ മരിച്ചു പോകാൻ പോകുന്ന ആളുകളാണ് എന്ന് ഞാൻ പറയുന്നു. കാരണം എന്താണ്? ചരിത്രബോധമില്ലായ്മ. ചരിത്രബോധം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ നിങ്ങൾ ചിന്തിച്ചു തുടങ്ങും, ഞാൻ എന്ന വ്യക്തി എന്തിന് ജനിച്ചിരിക്കുന്നു ഈ ഭൂമിയിൽ? ഞാൻ എന്ന വ്യക്തി ഈ ലോകത്തിന് എന്താണ് സംഭാവന ചെയ്യാൻ പോകുന്നത്? ഞാൻ എന്ന വ്യക്തി ഈ ഭൂമിയിൽ നിന്ന് പിൻവാങ്ങിക്കഴിഞ്ഞാൽ എത്ര വർഷങ്ങളിലേക്ക് ജനം എന്നെ ഓർത്തുകൊണ്ടിരിക്കും, എന്നെക്കുറിച്ച് സ്മരിച്ചുകൊണ്ടിരിക്കും, എൻ്റെ എന്ത് സംഭാവനയുടെ പേരിൽ ഓർമ്മിച്ചിരിക്കും എന്ന ബോധ്യവും ബോധവും ഉള്ളവരായിരിക്കും. ഇന്ന് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ കാണിക്കുക, തൽക്കാലത്തെ കാര്യങ്ങൾക്ക് കയ്യടി കിട്ടാൻ വേണ്ടിയുള്ള ഫേസ്ബുക്കിലും വാട്സപ്പിലും എന്തെങ്കിലും ഒരു കോമാളിത്തരം ഇട്ട് അതിന് ലൈക്കുകളും ഷെയറുകളും കിട്ടുക എന്ന പരിമിതമായ സ്വപ്നത്തിൽ ഒതുങ്ങിപ്പോകുന്നവരായി പോകുന്നത് ചരിത്രബോധം അശേഷമില്ലാത്തത് കൊണ്ടാണ്. 1000 വർഷം മുമ്പുള്ള എത്ര മലയാളികളുടെ പേര് നിങ്ങൾക്കറിയാം? 500 വർഷം മുമ്പ് ജീവിച്ചിരുന്ന എത്ര മലയാളികളുടെ പേര് നിങ്ങൾക്ക് ഓർത്തു പറയാൻ കഴിയുന്നുണ്ട്? അത് പറയാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ കേരളം എന്ന ഭൂപ്രദേശത്ത് ഒരു മനുഷ്യരും ജനിച്ചു വളരാത്തത് കൊണ്ടല്ല, അവരൊന്നും ചരിത്രം സൃഷ്ടിക്കാത്തത് കൊണ്ടാണ്. ചരിത്രം സൃഷ്ടിക്കാത്ത കോടാനുകോടി മനുഷ്യർ ജീവിച്ചു മരിച്ചു പോയ ഒരു മണ്ണിലെ അവസാനത്തെ കണ്ണികളാണ് നമ്മൾ, അല്ലെങ്കിൽ ഇപ്പൊ ജീവിച്ചിരിക്കുന്ന കണ്ണികളാണ് നമ്മൾ. നമ്മളും ചരിത്രം സൃഷ്ടിക്കാതെ മണ്ണിൽ ഒടുങ്ങിപ്പോകേണ്ടവരാണോ എന്നാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. അത് മാറി ചിന്തിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞെങ്കിൽ മാത്രമേ എന്തെങ്കിലും പ്രസക്തിയുള്ളൂ. ഞാൻ എൻ്റെ ബാല്യകാലം മുതൽ, അല്ലെങ്കിൽ എനിക്കൊരു മനസ്സിലൊരു ചിന്ത ഉറച്ച കാലം മുതൽ ഞാൻ ടെലിവിഷൻ എന്നൊരു സ്വപ്നമാണ് കണ്ടത്. അതായത് ഞാനൊരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലം മുതൽ എൻ്റെ സ്വപ്നം ടെലിവിഷൻ ആയിരുന്നു. ടെലിവിഷനിൽ എനിക്ക് അത്യാവശ്യം ഭംഗിയായി പ്രോഗ്രാമുകൾ ചെയ്യാൻ തുടങ്ങിയ കാലത്താണ് ഞാൻ ടെലിവിഷനിലെ ടെലിവിഷൻ സീരിയലുകളും ടെലിഫിലിമുകളും ഡോക്യുമെന്ററികളും നിർമ്മിച്ചിരുന്നത് ഞാൻ നിർത്തിവെച്ചത്. അതിനൊറ്റ കാരണമായിരുന്നു. എനിക്ക് മനസ്സിലായി,
അത്തരം സീരിയലുകളും ടെലിഫിലിമുകളും ചെയ്യുന്നത് കൊണ്ട് മുമ്പേ ഞാൻ പറഞ്ഞ കേരളത്തിന്റെ മാധ്യമ ചരിത്രത്തിലോ കേരളത്തിന്റെ പൊതുചരിത്രത്തിലോ എനിക്ക് ഒരു കോൺട്രിബ്യൂഷനും ചെയ്യാനില്ല എന്നും ഞാൻ സ്മരിക്കപ്പെടാൻ പോകുന്നില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. പിന്നെ കേരളത്തിന്റെ പൊതുസമൂഹം എന്നെ ഓർമ്മിക്കുന്ന, ഞാൻ എന്റേതായ ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയെന്ന് എനിക്ക് അഭിമാനിക്കാവുന്ന, എന്റെ മരണശേഷവും കേരള സമൂഹത്തിലെ കുറച്ചാളുകളെങ്കിലും എന്നെ ഓർത്തിരിക്കാൻ സാധ്യതയുള്ള എന്ത് സംഭാവന എനിക്ക് നൽകാൻ കഴിയും? ആ ചിന്തയിൽ നിന്നാണ് അക്കാലത്ത് ആരും ഇറങ്ങി പുറപ്പെടാത്ത, ലോകരാജ്യങ്ങളിലൂടെ സഞ്ചരിച്ച് മലയാളിയെ ലോകം കാണിച്ച ഒരാൾ എന്ന ഒരു പേരെങ്കിലും എനിക്ക് നേടാൻ കഴിയണമെന്ന ചിന്തയോടുകൂടി സഞ്ചാരം ഞാൻ ആരംഭിച്ചത്. അതുകൊണ്ട് മാത്രമാണ് ഇന്ന് സന്തോഷ് ജോർജ് കുളങ്ങരയെ കുറച്ചു പേരെങ്കിലും അറിയാൻ ഇടയായത്. ഇന്നും സീരിയലുകളും ടെലിഫിലിമുകളും എടുത്തിരുന്ന ഒരാളായിരുന്നെങ്കിൽ, അന്നും അത് തുടർന്നു പോന്നിരുന്നെങ്കിൽ, എനിക്ക് ഇന്ന് നിങ്ങൾ ഇന്ന് സംസാരിക്കുന്നത് പോലെ, ഇന്ന് ഇത് 3ാമത്തെ മീറ്റിംഗ് ആണ് ഞാൻ ഇരിക്കുന്നത്. ഇതിനു മുമ്പ് ഇരുന്നത് വളരെ പ്രശസ്തരായ പ്രഗത്ഭരായ ആളുകൾ മാത്രം പങ്കെടുക്കുന്ന ചില പരിപാടികളിലൊക്കെയാണ്. ഈ കഴിഞ്ഞ കോവിഡ് കാലത്ത് ഒരു ദിവസം പോലും എനിക്ക് ഇത്തരം മീറ്റിങ്ങുകൾ ഇല്ലാതിരുന്നിട്ടില്ല. 1, 2, 3 മീറ്റിങ്ങുകൾ. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, എന്തിനാണ് ഈ മനുഷ്യർ എന്നെ വിളിക്കുന്നത്? വിളിക്കുന്ന ഒറ്റ കാര്യം കൊണ്ടാണ്, ഞാൻ ലോകം സഞ്ചരിച്ചു എന്ന ഒറ്റ കാരണം കൊണ്ട്. ഞാൻ കേരളത്തിലെ എണ്ണപ്പെട്ട വിദ്യാഭ്യാസ വിചക്ഷണനായതുകൊണ്ടോ ശാസ്ത്രകാരനായതുകൊണ്ടോ ഭരണ മികവ് പുലർത്തിയ ആളായതുകൊണ്ടോ വ്യവസായി ആയതുകൊണ്ടോ അല്ല. എന്നേക്കാൾ മികച്ച എത്രയോ വ്യവസായികളുണ്ട്, എന്നേക്കാൾ മികച്ച എത്രയോ പണ്ഡിതന്മാരുണ്ട്, എന്നേക്കാൾ മികച്ച എത്രയോ വിദ്യാഭ്യാസ വിദഗ്ധന്മാരുണ്ട്. ഞാൻ ലോകം കണ്ട ഒരു വ്യക്തി, ലോകത്ത് നിന്ന് അറിവുകളും അനുഭവങ്ങളും ശേഖരിച്ച ഒരു വ്യക്തി എന്ന നിലയിലാണെങ്കിൽ അതിനുവേണ്ടി ഞാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഒരു ദിവസമാണ് അതിന്റെ കാരണം. അതിനെന്നെ പ്രാപ്തനാക്കിയത് ചരിത്രത്തിൽ ഞാൻ നിരവധി പ്രതിഭകളെ കുറിച്ച് പഠിച്ചു. അവരെങ്ങനെ മഹത്വം ആർജിച്ചു എന്ന് ഞാൻ ഗവേഷണം നടത്തി. അതിനുവേണ്ടി ഞാൻ ചെലവഴിച്ച ദിനരാത്രങ്ങൾ, ചരിത്രത്തിന് വേണ്ടി ഞാൻ സ്പെൻഡ് ചെയ്ത, അതിലെ ഹൃദയപൂർവ്വം ഞാൻ സ്വീകരിച്ച ദിവസങ്ങൾ, അതാണ് എനിക്ക് അതിനുള്ള വഴിയൊരുക്കി തന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. സാർ, അതുപോലെ എനിക്ക് തോന്നുന്നുണ്ട്, ബിക്കോസ് നമ്മുടെ കേരളത്തിന്റെ ചരിത്രത്തിന്റെ താളുകളിലും സാറും ഒരു ഇടം പിടിച്ചിട്ടുണ്ടെന്ന്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ലോകത്തിന്റെ തന്നെ ഭൂപടത്തിലൂടെ മലയാളിയെ കൈപ്പിടിച്ച് നടത്തിയ വ്യക്തികളിൽ ഒന്നാണ് സാർ. സാർ ചരിത്രത്തെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് സാറിന്റെ മറ്റൊരു കാര്യം സാറോട് പറയാനുള്ളത്, സാർ ഇപ്പോൾ ഇനിയും സ്പേസിലേക്ക് പോകുന്ന, അല്ലെങ്കിൽ ഇന്ത്യൻ ടൂറിസ്റ്റുകളുടെ ആദ്യത്തെ വ്യക്തിയാണ് സാർ സ്പേസിലേക്ക് പോകുമ്പോൾ. കാരണം അതിസമ്പന്നരായ ഒരുപാട് പേരിലും അതുപോലെ തന്നെ സ്പേസിനെ കുറിച്ച് അറിയാവുന്ന ഒരുപാട് പേർക്കും കിട്ടാത്തൊരു അവസരം സാറിന് ഇപ്പോൾ കിട്ടിയിരിക്കുന്നു. സാറിനൊന്ന് ഷെയർ ചെയ്യാൻ പറ്റുമോ ആ ഒരു അവസരം സാറെ തേടിയെത്തിയതിനൊന്ന് കുറച്ച്? ഒരവസരവും ഒരാളെയും തേടിയെത്തുന്നില്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ നമ്മൾ ചിലത് കാണും. ആയിരക്കണക്കിന് കാര്യങ്ങളെ തേടി കഴിയുമ്പോൾ നമുക്ക് ചിലത് നമ്മുടെ കണ്ണിൽ ഒടുക്കും, ചിലത് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നും. ഞാൻ ഇന്ത്യയില് എത്രയോ കോടീശ്വരന്മാരുണ്ട്. ഞാൻ ബഹിരാകാശ യാത്രയ്ക്ക് വെർജിൻ ഗാലക്റ്റിക്കുമായി കോൺട്രാക്ട് സൈൻ ചെയ്ത് അതിന്റെ വാർത്ത വന്നതിന് ശേഷം എന്റെ ആ ചാൻസ് കൈമാറ്റം ചെയ്യാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ച് ഇന്ത്യയിലെ ഒരു 3 വലിയ സമ്പന്നരെങ്കിലും എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോ അവരെന്തുകൊണ്ട്? അവർക്ക് പണമില്ലാത്തത് കൊണ്ടായിരുന്നില്ല, അവരെ തേടി ചെല്ലാൻ ആർക്കും മടിയുണ്ടായിട്ടുമല്ല. ഇതാരും ആരെയും തേടി വരുന്നതല്ല. നമ്മൾ അന്വേഷിച്ചുകൊണ്ടേയിരിക്കുക. നമ്മളുടെ മനസ്സിൽ ഒരു ലക്ഷ്യമുണ്ടെങ്കിൽ അത് ഏത് വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോഴും അതായിരിക്കും നമ്മളുടെ നോട്ടം, അവിടേക്കായിരിക്കും നമ്മുടെ ലക്ഷ്യം, അവിടെയായിരിക്കും നമ്മളുടെ കണ്ണുകൾ. അപ്പൊ ഞാന് യൂറോപ്പിലൂടെ UK-യിലൂടെ ഒരിക്കൽ സഞ്ചരിച്ചപ്പോൾ ഒരു ട്രെയിനിൽ വെച്ച് കിട്ടിയ ഒരു പത്ര കഷ്ണത്തിൽ നിന്നാണ് വെർജിൻ ഇങ്ങനെ ഒരു സംരംഭം നടത്തുന്നതായിട്ട് അറിഞ്ഞത്. ആ പത്രം മടക്കി ഞാൻ ബാഗിൽ വെച്ചു. തിരിച്ച് നാട്ടിൽ വന്നതിന് ശേഷം വെർജിന്റെ വെബ്സൈറ്റിൽ കയറി അവരുടെ കോണ്ടാക്ട് വെർജിൻ ഗാലക്റ്റിക് എന്ന വിവരങ്ങൾ അന്വേഷിച്ചു, അവരുടെ ഫോൺ നമ്പർ തേടി പിടിച്ചു. എന്നിട്ട് അവർക്ക് ഞാനൊരു മെയിൽ അയച്ചു. ആ ഇമെയിലിന് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഒരു പ്രതികരണം ഉണ്ടായി. പിന്നെ ടെലിഫോണിലൂടെ ഇന്റർവ്യൂകൾ നടന്നു. ദീർഘമായൊരു പ്രോസസ്സാണ്. ഏതാണ്ട് 6-7 മാസം നീണ്ടു നിന്ന വലിയൊരു പ്രോസസ്സിന് ശേഷമാണ് എനിക്ക് എന്റെ സീറ്റ് ഉറപ്പിക്കാൻ കഴിഞ്ഞത്. അത് മുഴുവൻ ഇപ്പൊ ഇവിടെ വിസ്തരിക്കാൻ കഴിയില്ലെങ്കിലും വലിയ ഘട്ടങ്ങളാണ്, നമുക്കറിയാമല്ലോ. ഇന്റർവ്യൂകള്, പലതരത്തിലുള്ള പരിപാടികൾ. അതിനുശേഷം അവരൊരു സീറ്റ് നമുക്ക് തരാൻ തയ്യാറായാൽ പോലും അതിന് വലിയൊരു പണച്ചെലവുള്ളതാണ്. ആ പണത്തിന് ഗ്യാരണ്ടി കൊടുക്കണം. ആ പണത്തിന് ഗ്യാരണ്ടി മാത്രം പോരാ, ആ പണം അങ്ങോട്ട് കൈമാറണമെങ്കിൽ റിസർവ് ബാങ്ക് മുതലുള്ള ഗവൺമെന്റ് ഓഫീസുകളുടെ, കേന്ദ്ര ഗവൺമെന്റിന്റെ നിരവധി അനുമതി പത്രങ്ങൾ ആവശ്യമാണ്. അതൊക്കെ എത്രയോ ഘട്ടങ്ങളിലൂടെ
ഡൽഹിയിലേക്കും ബാംഗ്ലൂർ ISROയുടെ ആസ്ഥാനത്തേക്കും ഒക്കെ എത്രയോ യാത്രകൾ ചെയ്ത് അതൊക്കെ നേടിയെടുക്കുകയായിരുന്നു. അപ്പൊ നമ്മളുടെ പിന്നിൽ നമുക്ക് ഓരോ ഘട്ടത്തിലും ഇത് വേണ്ട, നിർത്തിക്കളയാം, ഇതിനുവേണ്ടി ഇനി കളയാൻ സമയമില്ല എന്ന് തോന്നിയ എത്രയോ അവസരങ്ങളുണ്ട്. എത്രയോ തവണ നമ്മൾ പരാജയപ്പെട്ട് ഇത് വയ്യ എന്ന് തീരുമാനിച്ച് കിടന്നുറങ്ങിയ ദിവസങ്ങളുണ്ട്. പിറ്റേന്ന് രാവിലെ വീണ്ടും ഉണരുമ്പോൾ നമുക്ക് വീണ്ടും തോന്നുകയാണ് ഇത്രയും ചെയ്തല്ലേ, നമ്മുടെ ലക്ഷ്യസ്ഥാനം കുറച്ച് അകലെയല്ലേ, നമുക്ക് അവിടേക്ക് ഒന്നുകൂടെ ശ്രമിച്ചു നോക്കാം. അങ്ങനെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ പോരാടി തന്നെ നേടിയെടുത്തതാണ് ഇതൊക്കെ. പല ആളുകളും ധരിക്കുന്നത് വിജയം ആരൊക്കെയോ കിടന്നുറങ്ങുമ്പോൾ കൊണ്ടുവന്ന് രഹസ്യമായിട്ട് നമ്മുടെ തലയിണയുടെ അടിയിൽ വെച്ചിട്ട് പോകുന്നതാണെന്നാണ്. അങ്ങനെ ആർക്കെങ്കിലും വിജയം ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് ലോട്ടറി അടിച്ചവർക്ക് മാത്രമാണ്. ആ ലോട്ടറി അടിച്ചവരൊന്നും പിന്നീട് ജീവിതത്തിൽ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കിയതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല. നിരന്തരം ജീവിതത്തിൽ വിജയമുണ്ടാക്കി ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ കഠിനാധ്വാനം കൊണ്ടും, നമ്മളൊക്കെ കിടന്നുറങ്ങിയപ്പോ ഉറങ്ങാത്ത മനസ്സുമായി കഠിനാധ്വാനം, ഉറക്കമിളച്ച് കഠിനാധ്വാനം ചെയ്തവർ മാത്രമാണെന്ന് നമ്മൾ ഓർക്കുക. നമ്മള് ഒരു കാര്യം അറിയാതെ മറ്റൊരുവനൊരു കാര്യം അറിയുന്നുണ്ടെങ്കിൽ അവൻ അതിനുവേണ്ടി അന്വേഷിച്ച് നടന്നിട്ട് കിട്ടിയതാണ് അതെന്ന് തിരിച്ചറിയുക. അപ്പൊ ആ ഒരു പ്രവർത്തന ശൈലി മാത്രമാണ് ചെറുപ്പക്കാർക്ക് വിജയം നേടാൻ മുന്നിലുള്ളത്. അപൂർവം ചിലർക്ക് അപ്രതീക്ഷിതമായി ഭാഗ്യം തേടി വരില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ലോകത്തെ ഏറ്റവും ദൗർഭാഗ്യവാനായ ഒരു വ്യക്തിയെക്കുറിച്ച് എനിക്കറിയുന്നത് എന്നെക്കുറിച്ച് തന്നെയാണ്. കാരണം ഞാൻ ഇറങ്ങി പുറപ്പെട്ട, ഞാൻ ശ്രമിച്ച, കഠിനാധ്വാനം ചെയ്ത, ഞാൻ ആരംഭിച്ച ഏതാണ്ട് 90% പദ്ധതികളും പരാജയപ്പെട്ടതാണ്. നിങ്ങൾ എന്നെ അറിയുന്നത് വിജയിച്ച ഏതാനും പദ്ധതികളുടെ പേരിൽ മാത്രമാണ്. ഞാൻ നിർത്തിക്കളഞ്ഞ, ഞാനൊരു കാലത്ത് പത്രം നടത്തിയിരുന്നു, പൂർണ്ണ പരാജയമായി തകർന്നുപോയി പത്രം. 10 വർഷം ഞാനൊരു പത്രം നടത്തിയിരുന്നു. അത് നിങ്ങൾ പലർക്കും അറിയില്ല. അതുപോലെ എത്രയെത്ര സംരംഭങ്ങൾ ഞാൻ നടത്തി. അതെല്ലാം പരാജയപ്പെടാൻ കാര്യം അതെല്ലാം പുതുമയുള്ളതായിരുന്നു എന്നതാണ്. പുതുമയുള്ളതിനെ കേരള സമൂഹമോ ഒരു സമൂഹമോ പെട്ടെന്നൊന്നും സ്വീകരിക്കില്ല. സഞ്ചാരം പോലും ആദ്യഘട്ടത്തിൽ ഇതുമായിട്ട് ഞാൻ ചാനലുകളിൽ ചെല്ലുമ്പോൾ ഒരു ചാനലിനും ആവശ്യമില്ല. ഒടുവിൽ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, ഏഷ്യാനെറ്റ് വിചിത്രമായ ഒരു കണ്ടീഷനിലാണ്. നിങ്ങൾക്ക് പ്രതിഫലമൊന്നും ആവശ്യമില്ലെങ്കിൽ ഞങ്ങൾ സംപ്രേഷണം ചെയ്യാവുന്ന ഒരു വ്യവസ്ഥയായിരുന്നു. ആ വ്യവസ്ഥ അംഗീകരിച്ചാണ് ഞാൻ 12 വർഷം സഞ്ചാരം ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്തത്. ആ 12 വർഷം മറ്റു ജോലി ചെയ്തുണ്ടാക്കിയ പണം കൊണ്ടാണ് ഞാൻ സഞ്ചാരം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. നിങ്ങളിൽ എത്ര പേർ ഒരു പ്രതിഫലവും തരില്ല, വേണമെങ്കിൽ എന്റെ കൂടെ ജോലി ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ ജോലിക്ക് തയ്യാറാവും? 12 വർഷം എന്റെ കൂടെ ഒരു പ്രതിഫലവും ഇല്ലാതെ ജോലി ചെയ്താൽ നിന്നെ ഞാൻ ഒരു പണി പഠിപ്പിക്കാം എന്ന് പറഞ്ഞാൽ എത്ര പേർ തയ്യാറാവും? അങ്ങനെയാണ് നിങ്ങൾ ഇന്ന് കാണുന്ന സന്തോഷ് ജോർജ് കുളങ്ങരയുടെ ഈ സൗഭാഗ്യങ്ങളൊക്കെ ഉണ്ടായത്. തീർച്ചയായും സർ. കാരണം നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കേണ്ട ഒരുപാട് കാര്യങ്ങളാണ് സർ ഇത്ര നേരം പറഞ്ഞത്. എന്നെ കേൾക്കുന്നവരോട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതായത് അവസരങ്ങൾ, ഓപ്പർച്യൂണിറ്റീസ് നമ്മളെ തേടി വരികയല്ല, നമ്മൾ അങ്ങോട്ട് അന്വേഷിച്ചു പോകണം. അതുപോലെ തന്നെ നേരത്തെ സാറ് പറഞ്ഞ പോലെ നമ്മുടെ ലൈഫിന്റെ ആ പർപ്പസ് മനസ്സിലായി അതിനായി നമ്മൾ വർക്ക് ചെയ്യാം, നമ്മുടേതായ ഒരു കോൺട്രിബ്യൂഷൻ കൊടുക്കണം. അതിന്റെ കൂടെ തന്നെ നമ്മൾ നമ്മുടെ കൾച്ചർ അല്ലെങ്കിൽ നമ്മുടെ ആർട്ട് നമ്മൾ ക്യാരി ചെയ്യണം. സോ സർ, ഒരു ക്വസ്റ്റ്യൻ എനിക്ക് ഓർമ്മ വന്നതാണ്. ആർട്ടിനെ പറ്റി സാർ പറഞ്ഞല്ലോ, നമ്മുടെ സംസ്കാരത്തെ കുറിച്ച്. സർ, കുറെ രാജ്യങ്ങളും അവരുടെ ടൂറിസവും അറിഞ്ഞിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ. അപ്പോൾ നമ്മുടെ കേരള ടൂറിസം അതിനൊരു സന്തോഷ് ജോർജ് കുളങ്ങര മോഡൽ കൊടുക്കുകയാണെങ്കിൽ എന്തെല്ലാമായിരിക്കും സാർ അതിൽ ഉൾപ്പെടുത്തുക? ഇല്ല, സന്തോഷ് ജോർജ് കുളങ്ങര മോഡലിനേക്കാൾ കേരള മോഡലാണ് കേരള ടൂറിസത്തിന് വേണ്ടത്. കേരള മോഡൽ എന്ന് പറഞ്ഞാൽ ലോകത്തെ എല്ലാ ടൂറിസത്തിനും അതാത് രാജ്യത്തിന്റെ മോഡലുണ്ട്. നിങ്ങൾ പാരീസിലേക്ക് പോകുന്നത് ഡൽഹി കാണാനാണോ? പാരീസ് കാണാനാണോ? പാരീസിൽ എന്തുണ്ട് എന്നതാണ് നിങ്ങൾ അന്വേഷിക്കുന്നത്. കേരളത്തിലേക്ക് ഒരാൾ വരുന്നത് തായ്ലൻഡ് കാണാനല്ല. കേരളത്തിലേക്ക് ഒരാൾ വരുന്നത് ലാസ് വേഗാസിലെ അത്ഭുതങ്ങൾ കാണാനല്ല. കേരളത്തിലേക്ക് എന്തിനൊരാൾ വരുന്നു എന്ന് നമ്മൾ റിവേഴ്സ് ഗിയറിൽ ചിന്തിച്ച് നോക്കണം. അവിടെ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. കേരളത്തിന് മാത്രമായി ലോകത്തിന് കൊടുക്കാൻ കഴിയുന്ന എന്ത്? അങ്ങനെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് ലോകം, ബാക്കിയുള്ള ലോകമൊക്കെ എന്ത് കൊടുക്കുന്നു എന്നറിയണം. അവിടെ ഇല്ലാത്ത എന്താണ് കേരളത്തിലുള്ളതെന്ന് കണ്ടെത്തണം. കേരളത്തിൽ ഉള്ളതും ലോകത്തിന്റെ മറ്റൊരു നാട്ടിലും ഇല്ലാത്തതുമായ വസ്തുക്കൾ കേരളത്തിന്റെ പാരമ്പര്യവും കേരളത്തിന്റെ സംസ്കാരവും മാത്രമാണ്. കേരളത്തിന്റെ സമാനമായ കാലാവസ്ഥ പോലും ലോകത്ത് നിരവധി രാജ്യങ്ങളിലുണ്ട്. കേരളത്തിൻ്റെതായ ഭൂപ്രകൃതി കേരളത്തിൻ്റെത് മാത്രമല്ല, സഹ്യപർവ്വതം പോലെ പർവ്വതനിരകളും അവിടെ മുഴുവൻ ട്രോപ്പിക്കൽ വനവും അതിനുള്ളില് നിരവധിയായ മൃഗങ്ങളും ഒക്കെയുള്ള എത്രയോ രാജ്യങ്ങൾ ലോകത്തുണ്ട്. അത് എത്രയോ രാജ്യങ്ങളിലൂടെ ഞാൻ സഞ്ചരിച്ചിരിക്കുന്നു.
കേരളത്തെക്കാൾ എത്രയോ ശുദ്ധസുന്ദരമായ ഭൂപ്രകൃതി, അതിനെ ഏറ്റവും മികച്ച അടിസ്ഥാന സൗകര്യങ്ങളോടെ ഒരുക്കിയിടുന്ന നല്ല കഴിവും സമ്പത്തുമുള്ള സർക്കാരുകളുള്ള രാജ്യങ്ങള്, അവിടെ ഏറ്റവും മികച്ച ആസ്വാദ്യമായ അടിസ്ഥാന സൗകര്യങ്ങളും എന്റർടൈൻമെന്റ് ഓപ്ഷൻസും ഉള്ള രാജ്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ അതിനോടൊന്നും അല്ല നമ്മൾ മത്സരിക്കാൻ പോകുന്നത്. നമ്മൾ മത്സരിക്കേണ്ടത് കേരളത്തിന്റെ സംസ്കാരത്തോടാണ്. നമ്മുടെ കേരളത്തിൽ മാത്രമുള്ള ചില സംസ്കാരങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടാണ്. അതായത് കേരളത്തിന്റെ ഇപ്പൊ തേക്കടി പോലുള്ള ഒരു സ്ഥലത്തെ നിങ്ങള് ടൂറിസ്റ്റിനെ എന്തിനാണ്, വിദേശത്ത് നിന്ന് എത്തുന്ന ഒരു ടൂറിസ്റ്റിനെ തേക്കടിയിലേക്ക് കൊണ്ടുപോകുന്നത് എന്ത് കാണിക്കാനാണ് എന്ന് നിങ്ങൾ തീരുമാനിക്കണം. അവിടെ ഒരു ബോട്ടിൽ കയറ്റിയാൽ ഒരു ബോട്ട് യാത്ര ഒരു പാശ്ചാത്യ ടൂറിസ്റ്റിനെയും എക്സൈറ്റ് ചെയ്യാൻ പോകുന്നില്ല. കാരണം അതിനേക്കാൾ എക്സൈറ്റിംഗ് ആയി എത്രയോ ബോട്ട് യാത്രകൾ കഴിഞ്ഞ് നയാഗ്ര ഫാൾസിന്റെ അടിയിലൂടെ ബോട്ടിൽ യാത്ര ചെയ്തിട്ട് വന്നവനോട് ഇവിടെ നമ്മൾ എന്താണ് ആവേശം കൊടുക്കാൻ പോകുന്നത്? അല്ലെങ്കിൽ മെഡിറ്ററേനിയൻ സമുദ്രത്തിലൂടെ 14 നിലയുള്ള ഉല്ലാസ നൗകയിൽ കറങ്ങി എല്ലാ ആഘോഷങ്ങളും കഴിഞ്ഞു വന്നവനോട് ആ അളവിൽ നമുക്കിവിടെ മത്സരിക്കാൻ കഴിയില്ല. അപ്പോ തേക്കടിയില് വന്യമൃഗങ്ങളെ കാണിച്ചു പോലും നമുക്ക് അത്ഭുതപ്പെടുത്താൻ കഴിയില്ല. കാരണം തേക്കടിയിലൂടെ ബോട്ടിൽ സഞ്ചരിച്ചിട്ടുള്ളവർക്ക് അറിയാം, അവിടെ വല്ലപ്പോഴും ഒരു ആനയെ കണ്ടെങ്കിലായി, അല്ലെങ്കിൽ ഒരു കാട്ടുപോത്തിനെ കണ്ടെങ്കിലായി. എന്നാൽ അതേ സായിപ്പ് കെനിയയിലെയോ ഉഗാണ്ടയിലെയോ അല്ലെങ്കിൽ താൻസാനിയയിലെയോ, കെനിയയിലാണെങ്കിൽ മസായിമാരയിൽ ലക്ഷോപലക്ഷം മൃഗങ്ങളെയാണ് ഒരൊറ്റ കാഴ്ചയിൽ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. ഒരു ഗെയിം ഡ്രൈവിന് നിങ്ങൾ പോയാൽ ഒരു 500 ഹിംസ്ര മൃഗങ്ങൾ, ഈ പറഞ്ഞ എന്താണ് ഈ ബിഗ് ക്യാറ്റ് എന്ന് പറയുന്ന ഇനത്തിൽപ്പെട്ട സിംഹം, പുലി, ചീറ്റ ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, അത്തരത്തിലുള്ളതിനെ 10,000-കണക്കിന് സീബ്രകൾ അല്ലെങ്കിൽ വിൽഡ് ബീസ്റ്റുകൾ, പോത്തുകൾ, കണ്ടാമൃഗങ്ങൾ, ഇങ്ങനെ നിരവധി മൃഗങ്ങളെയാണ് അവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് മൃഗങ്ങളെ കാണാതിരിക്കുകയാണ് ബുദ്ധിമുട്ട്, ഇവിടെ ഒരു മൃഗത്തെ കാണുക എന്നതാണ് ബുദ്ധിമുട്ട്. അപ്പൊ ഇങ്ങനെയുള്ളിടത്തേക്ക് നിങ്ങൾ ഇതേ കാഴ്ച കാണിച്ചു തരാ എന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോ അവിടെ നിങ്ങൾ ചെറുതായി പോവാണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കണം. അവിടെ നിങ്ങൾ കൊണ്ടുപോകേണ്ടത് അവിടുത്തെ ജീവിതമാണ് കാണിക്കേണ്ടത്. അവിടെ ഒരു ആദിവാസിക്കൊപ്പം ആ ആദിവാസി ഊരിലേക്ക്, ആദിവാസി ഗോത്ര ജീവിതത്തിലേക്ക് ഇവരെ കൈപിടിച്ച് നയിച്ചാൽ അവരുടെ ആദിവാസി കലാരൂപങ്ങളും ആദിവാസി ഭക്ഷണവും അവിടുത്തെ ജീവിതചര്യയും കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, വനത്തിനുള്ളിലൂടെ ഈ ആദിവാസികൾക്കൊപ്പം നടന്ന് തേൻ ശേഖരിക്കുന്നതും അവിടുത്തെ കാട്ടുവിഭവങ്ങൾ ശേഖരിക്കുന്നതുമായ ജീവിതചര്യ കാണിച്ചു കൊടുക്കാൻ കഴിഞ്ഞാൽ, അവിടെ വനത്തിനുള്ളിൽ ക്യാമ്പ് ചെയ്യാൻ ഉള്ള അവസരം ഒരുക്കാൻ കഴിഞ്ഞാൽ ഇവർ എക്സൈറ്റഡ് ആവും. അപ്പൊ ഓരോ നാട്ടിലും എന്താണ് ഹൈലൈറ്റ് ചെയ്യേണ്ടത്, നമ്മുടേത് മാത്രമായി കൊടുക്കാൻ കഴിയുന്ന വൈവിധ്യം എന്താണ് എന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണം. കുട്ടനാട്ടിലേക്ക് വരുന്ന ഒരാളെ നമ്മൾ വെനീസിന്റെ മാതൃകയിലുള്ള റിസോർട്ടുകൾ പണിതിട്ട് അത്ഭുതപ്പെടുത്താൻ ഒരു ശ്രമവും നടത്തിയിട്ട് കാര്യമില്ല. വെനീസ് എവിടെ കിടക്കുന്നു, കുട്ടനാട് എവിടെ കിടക്കുന്നു. കിഴക്കിന്റെ വെനീസ് എന്ന ആലപ്പുഴയെ നമുക്ക് ആലങ്കാരികമായി പറയാമെന്നല്ലാതെ വെനീസോ ബ്രൂഷോ അല്ലെങ്കിൽ ആംസ്റ്റർഡാമോ കണ്ട ഒരാൾക്ക് ആലപ്പുഴയെ കാണുമ്പോൾ എന്ത് തോന്നുമെന്ന് ഞാൻ പ്രത്യേകം പറയേണ്ടതില്ല. അപ്പൊ അവിടെ നമ്മൾ കുട്ടനാടൻ ലൈഫിനെയാണ് അവിടെ അവതരിപ്പിക്കേണ്ടത്. ഒരു കുട്ടനാടൻ കാർഷിക ജീവിതത്തെ അടുത്തറിയാനുള്ള സൗകര്യം ഒരുക്കുക. മടവീഴുന്ന കുട്ടനാടൻ വരമ്പുകളിലൂടെ അല്ലെങ്കിൽ കൃഷിയിടങ്ങളിലൂടെ ഒരു കർഷകന്റെ ജീവിതചര്യയുടെയും ജീവിത ചക്രത്തിന്റെയും അടുത്തറിയാനുള്ള ഒരു അവസരം കൊടുക്കുക. അവിടുത്തെ സാംസ്കാരിക മുന്നേറ്റത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗവാക്കായ തകഴിയുടെ വീട്ടിലേക്ക് അദ്ദേഹത്തിന്റെ കൃതികളിലൂടെ ഉള്ള ഒരു സഞ്ചാരം സാധ്യമാക്കുക. അതുപോലെ തന്നെ അവിടുത്തെ കൊയ്ത്തുത്സവങ്ങള്, വള്ളംകളി പോലുള്ള ആഘോഷങ്ങള്, അന്നത്തെ കെട്ടുവള്ളങ്ങള്, ഇന്നത്തെ കെട്ടുവള്ളം അല്ല ഞാൻ ഈ പറയുന്നത്, അതുപോലും ആർട്ടിഫിഷ്യലാണ്. യഥാർത്ഥത്തിലുള്ള നെല്ല് കയറ്റിക്കൊണ്ടുപോയിരുന്ന കെട്ടുവള്ളങ്ങളിലെ ജീവിതം, അവരുടെ ഊന്നുകാരുടെ ജീവിതം, ഇങ്ങനെയുള്ള മണ്ണിന്റെ മണവും ചൂരും താളവും ഉള്ള ജീവിതം കാണിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ കേരളത്തിന്റെ ഗ്രാമത്തിനുമുള്ള യുണീക്കായ പ്രത്യേകത മാത്രമാണ് ലോകത്ത് മറ്റെങ്ങും കിട്ടാത്തത് തേടിയാണ് ഏതൊരു മനുഷ്യനും യാത്ര ചെയ്യുന്നത്. നിങ്ങളുടെ ഗ്രാമത്തിൽ കാണുന്ന കാഴ്ച കാണാൻ അയൽ ഗ്രാമത്തിലേക്ക് എന്തിനാണ് യാത്ര ചെയ്യുക? ലാസ് വേഗാസിൽ കിട്ടുന്ന അത്ഭുതം നിങ്ങൾക്ക് ഒരിക്കലും കേരളം പോലൊരു സ്ഥലത്ത് പുനഃസൃഷ്ടിക്കാൻ കഴിയില്ല. നിങ്ങളൊരു 5 സ്റ്റാർ ഹോട്ടൽ കേരളത്തിൽ ഉണ്ടാക്കിയാൽ അവിടേക്ക് യഥാർത്ഥ ടൂറിസ്റ്റിനെ കിട്ടില്ല. 5 സ്റ്റാർ ഹോട്ടലുകൾ വേണം. ആ ഹോട്ടലിൽ വന്ന് താമസിക്കുന്നത് മറ്റു കാര്യങ്ങൾക്ക് വരുന്നവരാണ്. ഉദാഹരണത്തിന് ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടി തിരുവനന്തപുരത്തോ കൊച്ചിയിലോ വരുന്ന ഒരാൾക്ക് 5 സ്റ്റാർ ഹോട്ടൽ വേണം. എന്നാൽ പ്യുവർ ടൂറിസത്തിന് വേണ്ടി വരുന്നവർ ഒരിക്കലും സിറ്റിക്കുള്ളിലെ 5 സ്റ്റാർ ഹോട്ടൽ അല്ല താമസിക്കുക. അവര്
ഡെസ്റ്റിനേഷൻസ് തിരഞ്ഞെടുക്കുമ്പോൾ പ്രകൃതിയോട് ചേർന്ന, സംസ്കാരത്തോട് ചേർന്ന, ചരിത്രത്തോട് ചേർന്ന ഭൂപ്രദേശങ്ങളിലും അതിന്റെ അനുബന്ധമായ സ്ഥലങ്ങളിലും താമസിക്കാൻ ഇഷ്ടപ്പെടുക. അവിടെ നിങ്ങൾക്ക് പഴയ 8 കെട്ടുകളിലും 4 വെട്ടുകളിലും നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ ഇവിടുത്തെ ജീവിത രീതിയോട് താതാത്മ്യപ്പെടുന്ന ഒരു ജീവിതം അവതരിപ്പിക്കാൻ കഴിഞ്ഞാൽ അതാണ് കേരള ടൂറിസത്തിന്റെ നട്ടല്. അതിലാണ് ഊന്നി പ്രവർത്തിക്കേണ്ടത്. തീർച്ചയായും സർ. നമ്മുടെ ഇതുവരെയുള്ള ജേർണിയിൽ നമ്മൾ എവിടെയോ നമ്മുടെ സംസ്കാരം അല്ലെങ്കിൽ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ എവിടെയോ മറന്നുപോയി. അതാണ് ഉണ്ടായത്. അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഇവിടെ ഈ ഒരു സെഷൻ കാണുന്ന വ്ളോഗേഴ്സ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, യാഥാർത്ഥ്യങ്ങളെ ഒപ്പിയെടുക്കാൻ പറ്റുന്നതാകണം ഒരു യഥാർത്ഥ സഞ്ചാരിയുടെ ധർമ്മമെന്ന്. അത് സാറിന്റെ ചാനലിലൂടെയും അതുപോലെ തന്നെ സഞ്ചാരത്തിന്റെ മറ്റു പരിപാടികളെയും ഒരുപാട് ഞങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. ഇനി സർ, ഞാൻ മറ്റൊരു ചോദ്യത്തിലേക്ക് കടക്കുകയാണ്, മറ്റൊരു വിഷയം. കാരണം ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, കൊറോണ അല്ലെങ്കിൽ കോവിഡ് പാൻഡമിക് എന്നുള്ളത് എല്ലാവരെയും വളരെ വളരെ വലിയ രീതിയിൽ തന്നെ എഫക്ട് ചെയ്തിട്ടുണ്ട്. സാറിന്റെ ഇനിയുള്ള ഫ്യൂച്ചർ പ്ലാൻസ് അല്ലെങ്കിൽ സാറിന്റെ ഇപ്പോഴത്തെ ഈ ഒരു സഞ്ചാരത്തിനെയും അതുപോലെ തന്നെ എല്ലാ സഫാരി ചാനലിലെ എല്ലാ പ്രവർത്തനങ്ങളെയും കോവിഡ് എപ്രകാരമാണ് ബാധിച്ചത്? അല്ലെങ്കിൽ ഇനിയുള്ള സാറിന്റെ പ്ലാൻസ് എങ്ങനെയാണ് ഈ ഒരു സിറ്റുവേഷനിൽ? എന്റെ ഒരു പ്രവർത്തനത്തെയും കോവിഡ് 1% പോലും ബാധിച്ചിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാം, സഫാരി കാണുമ്പോൾ നിങ്ങൾക്കറിയാം, സഫാരിയിലെ ഒരു പരിപാടി പോലും നിർത്തിവെക്കേണ്ടി വന്നിട്ടില്ല. ലേബർ ഇന്ത്യയുടെ പ്രസിദ്ധീകരണം ഒരിടത്തും നിർത്തിവെച്ചിട്ടില്ല. ഞങ്ങളിപ്പോ 4ാമത്തെ ലക്കം പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ എങ്ങനെ ലേബർ ഇന്ത്യ വിറ്റോ അതേ മട്ടിൽ ഇപ്പോഴും വിൽക്കുന്നു. ഓരോ വീട്ടിലും ഓരോ ബുക്ക് സ്റ്റോളിലും ലഭ്യമാകുന്നിടത്തൊക്കെ ലേബർ ഇന്ത്യ ഇന്നും മാർക്കറ്റിൽ ലഭ്യമാണ്. പിന്നെ കുറച്ച് സ്കൂളുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത് മാത്രമാണ് അതിന്റെ ഒരു ചെറിയൊരു വ്യത്യാസം ഉണ്ടായിരിക്കുന്നത്. അപ്പോ ഒരു കോവിഡ് അല്ലെങ്കിൽ ഒരു മഹാമാരി നിങ്ങളുടെ സംരംഭത്തെ പ്രതിസന്ധിയിലാക്കുന്നുണ്ടെങ്കിൽ ആ സംരംഭം വലിയ അത്യാവശ്യമില്ലാത്ത ഒരു സംരംഭമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ നാട്ടിലെ ചില വ്യവസായങ്ങൾ പൂട്ടിപ്പോയിട്ടുണ്ടാവാം ഈ കോവിഡ് കാലത്ത്. എന്നാൽ ചില വ്യവസായങ്ങൾ പഴയതുപോലെ തന്നെ തുടരുന്നുണ്ടാവാം. അതിനൊരർത്ഥമേ ഉള്ളൂ. പഴയതുപോലെ ഈ കോവിഡ് ഉണ്ടായിട്ടും തുടരുന്നൊരു പ്രസ്ഥാനം ഉണ്ടെങ്കിൽ അത് ആ നാട്ടിലെ സർവ്വജനങ്ങൾക്കും എപ്പോഴും ആവശ്യമുള്ള ഒരു പ്രസ്ഥാനമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അത് നിന്നു പോകരുത് എന്ന് ആ നാട്ടുകാർ ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. നിങ്ങളുടെ നാട്ടില് നിങ്ങൾക്ക് അരിയും പലവ്യഞ്ജനങ്ങളും തരുന്ന പലചരക്ക് കട അയാൾ ഒരു ദിവസം അടച്ചിട്ടാൽ കോവിഡ് കാലത്ത് നിങ്ങൾ അയാളെ വീട്ടിൽ പോയി കൂട്ടിക്കൊണ്ടുവന്ന് തുറപ്പിച്ച് സാധനം വാങ്ങും. കാരണം നിങ്ങളുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ആ സ്ഥാപനം ആവശ്യമാണ്. എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഒരു ബാറ് അടച്ചു പൂട്ടിപ്പോയാൽ കോവിഡ് കാലത്ത് ആരും മുതലാളിയെ വീട്ടിൽ പോയി വിളിച്ചുകൊണ്ടുവന്ന് ബാർ തുറപ്പിക്കണം എന്ന് വാശി പിടിക്കില്ല. ഇതാണ് വ്യത്യാസം. അപ്പോ കോവിഡ് കാലത്തും സഫാരി മനുഷ്യൻ ജോലി സ്ഥലത്തേക്ക് പോവാതെ വീട്ടിലിരിക്കുമ്പോഴും സഫാരി കണ്ടുകൊണ്ട് ഇരിക്കുന്നു. അവർ വീണ്ടും വീണ്ടും കാണണമെന്ന് ആവശ്യപ്പെടുന്നു. നമ്മുടെ സഫാരിയുടെ സ്റ്റുഡിയോയിലെ എല്ലാ ആളുകളും ഇവിടെ ക്യാമ്പ് ചെയ്ത്, ഇവിടെ അല്ലെങ്കിൽ തന്നെ കോവിഡ് ഇല്ലാത്തപ്പോഴും ഈ സഫാരിയുടെ ക്യാമ്പസിൽ കേരളത്തിന്റെ നാനാഭാഗത്തു നിന്നുള്ള ചെറുപ്പക്കാരാണ് ജോലി ചെയ്യുന്നത്. അവരെല്ലാം ഇവിടെ താമസിച്ച് തന്നെയാണ് ജോലി ചെയ്യുന്നത്. അധികം ആരും വീട്ടിൽ പോയി വരുന്നില്ല. അതുകൊണ്ട് തന്നെ സുരക്ഷിതമായ ഒരു ക്യാമ്പസിൽ പുറത്തുനിന്നുള്ള ആളുകളൊന്നും നമ്മൾ അധികം ഇങ്ങോട്ട് അടുപ്പിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഗസ്റ്റുകളെ ഒന്നും ഞാൻ കൂടുതലായി ഈ ദിവസങ്ങളിൽ ഈ കോവിഡിന് ശേഷം നമ്മുടെ സ്റ്റുഡിയോ ക്യാമ്പസിലേക്ക് ക്ഷണിക്കാറുമില്ല. ഇത്തരം മീറ്റിങ്ങുകളാണ് കൂടുതലും. അപ്പോ വളരെ സുരക്ഷിതമായി ഇവിടെ ജോലികൾ തുടരുന്നു. എല്ലാം ഭംഗിയായി പ്രവർത്തനം മുന്നോട്ട് പോകുന്നു. തീർച്ചയായും സർ. എന്നാലും ആൻസൺ ചോദിച്ച ക്വസ്റ്റിനോട് ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ ആഡ് ചെയ്യാണ് സർ. നമ്മൾ ഈ പോസ്റ്റ് കൊറോണ കാലത്ത് ട്രാവലിംഗിന് മോഡ് ഓഫ് ട്രാവലിംഗ് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ ട്രാവലിംഗ് ഒരു ഓൺട്രപ്രനോറിയൽ ലെവലിലേക്ക് എത്തിക്കണമെങ്കിൽ എന്തെല്ലാം മാറ്റങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാമായിരിക്കും നമ്മൾ ചെയ്യേണ്ടത് പോസ്റ്റ് കൊറോണ സെനാരിയോയിൽ? കൊറോണ കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് കാര്യം. കോവിഡിന് ശേഷമോ മുൻപോ ഉള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ കോവിഡിന് ശേഷം ആളുകൾ യാത്ര ചെയ്യുന്നത് കുറയ്ക്കില്ല എന്ന് മാത്രമല്ല, ഈ കോവിഡ് കാലത്ത് ചെയ്യാത്ത യാത്ര കൂടി ആളുകൾ കോവിഡ് കഴിഞ്ഞാൽ, കോവിഡ് പൂർണ്ണമായും ലോകത്ത് നിന്ന് അപ്രത്യക്ഷമായി എന്ന് ബോധ്യം വന്നാൽ ആളുകൾ യാത്ര ചെയ്യാൻ ആരംഭിക്കും. കാരണം ഇന്ത്യക്കാർ പോലും ഈ കോവിഡ് അനന്തരം യാത്ര കൂടുതൽ ചെയ്യുന്നവരായി മാറുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതിന്റെ ഒരു പ്രധാന കാരണം, ഈ കാലം എത്രയും വലിയൊരു ശതമാനം സർക്കാർ ഉദ്യോഗസ്ഥരും റിട്ടയറായ ആളുകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പോലും കഴിയാതെ വീടിനുള്ളിൽ കുടുങ്ങിപ്പോയി കിടക്കുകയാണ്.
ഇനി യാത്ര ചെയ്ത് തുടങ്ങാം എന്നൊരു അറിയിപ്പ് വന്നാൽ ഇവരൊക്കെ യാത്ര ചെയ്ത് തുടങ്ങും. അതിലൊരു കാരണം, ഇവർക്ക് കിട്ടിയിരുന്ന പെൻഷൻ, ശമ്പളം ഇത് മുടങ്ങാതെ കിട്ടിയ ബാങ്ക് അക്കൗണ്ടിൽ വന്ന് കിടക്കുന്നുണ്ട്. അത് കുറച്ചെടുത്ത് ഇനി ഒന്ന് ലോകം കണ്ടുകളയാൻ, ഇതുപോലൊരു മഹാമാരി ഇനി അധികം താമസിയാതെ വന്നാൽ നമ്മൾ ഇനിയും ഈ ഭൂമിയിൽ എത്ര കാലം ഉണ്ടാകും എന്നതിനെ കുറിച്ച്, നമ്മുടെ സമ്പത്ത്, അത് ബാങ്കിൽ നിക്ഷേപിച്ചു വെച്ചിരിക്കുന്ന സമ്പത്ത് എത്ര നിഷ്പ്രയോജനം നിറഞ്ഞതാണ് എന്നും ഒക്കെ പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇത്തരം ഒരു മഹാമാരി കൊണ്ട് ലോകത്തെ മുഴുവൻ, ഇപ്പൊ പലരും എൻ്റെ അടുത്ത് ചോദിക്കാറുണ്ട് സങ്കടപ്പെട്ട്, നിങ്ങളുടെ യാത്ര ഈ സമയത്ത് മുടങ്ങിയില്ലെന്ന്. ആ ആളുകള് അവിടെ ഞാൻ തിരിച്ചു ചോദിക്കാറുള്ള ഒരു കാര്യമുണ്ട്. ഞാൻ 130 രാജ്യങ്ങളിലൂടെ സഞ്ചരിച്ചതിന് ശേഷമാണ് എൻ്റെ യാത്ര മുടങ്ങിയത്. നിങ്ങളോ? അതാണ് ചോദ്യം. അപ്പൊ ഒരു രാജ്യത്ത് പോലും പോകാതെ ജീവിതത്തിലെ യാത്ര മുഴുവൻ മുടങ്ങിപ്പോയവരുടെ സങ്കടം എത്രയായിരിക്കണം? അപ്പൊ 130 രാജ്യങ്ങളും അവിടെ പലതവണ പോയി എൻ്റെ യാത്രയുടെ കൊതി മുഴുവൻ തീർന്നിട്ടിരിക്കുന്ന ഒരാൾക്ക് യാത്ര മുടങ്ങിപ്പോകുന്നതിൽ വലിയ ദുഃഖിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാൽ ഇന്നേ വരെ ഒരു രാജ്യം പോലും കാണാതെ യാത്ര മുഴുവൻ മുടങ്ങിപ്പോയ, വീട്ടിൽ കുടുങ്ങിപ്പോകേണ്ടി വന്ന ഒരാളുടെ ദൈന്യത എത്രയാണെന്ന് ചിന്തിച്ചു നോക്കൂ. അയാളുടെ ജീവിതം എത്ര നിഷ്ഫലമായി പോയി എന്ന് ചിന്തിച്ചു നോക്കൂ. ഈ ഭൂമിയിൽ ജനിച്ചിട്ട് എന്ത് ഗുണമാണുണ്ടായെന്ന് ചിന്തിച്ചു നോക്കൂ. അപ്പോ അങ്ങനെ വരാതിരിക്കാൻ ആളുകൾ ഇനി യാത്ര ചെയ്ത് തുടങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. തന്നെയുമല്ല, അവര് ഇന്റർനെറ്റിലൂടെ, യൂട്യൂബിലൂടെ നിരവധിയായ യാത്രാ വീഡിയോകളൊക്കെ കണ്ട് യാത്ര എങ്ങനെ ചെയ്യണമെന്ന്, മലയാളത്തിലെ വീഡിയോകളല്ല ഞാനീ പറയുന്നത്, ഇന്റർനാഷണലി വ്യത്യസ്തമായ യാത്രകൾ, തനിച്ചുള്ള യാത്രകൾ, സാഹസിക യാത്രകൾ, ക്യാമ്പിംഗ് ടൂറുകൾ, ഇങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കാണുന്നതിൽ മലയാളികൾ ധാരാളമുണ്ട്. അതൊക്കെ കണ്ടിട്ട് എനിക്കും ഇങ്ങനെയൊക്കെ ആവണമെന്ന് പറഞ്ഞ് എത്രയോ പേരെന്നെ വിളിക്കുന്നുണ്ട്. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോഴാണ് ഇതൊക്കെ കാണുമ്പോഴാണ് ആവേശം തോന്നുന്നത് എന്ന് പറഞ്ഞ് വിളിക്കുന്ന നിരവധി, ജീവിതം ഇത്രയും വെറുതെ കളഞ്ഞു എന്ന് ദുഃഖിക്കുന്ന നിരവധി ആളുകൾ ഈ സമയത്തെങ്കിലും ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അവരും യാത്ര ചെയ്യാൻ തുടങ്ങും. ഒപ്പം കേരളത്തിലെ ടൂറിസം ഇൻഡസ്ട്രി ഒരു പുതിയ മാറ്റത്തിന് വേണ്ടി ഒരുങ്ങണം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ പണമുള്ള കുറെ ആളുകൾ അവരുടെ മനസ്സിൽ ടൂറിസം ഇങ്ങനെ ആയിരിക്കും എന്ന സങ്കല്പത്തിൽ ഉണ്ടാക്കിയതാണ് ഇവിടെ കാണുന്ന റിസോർട്ടുകൾ, ഹോട്ടലുകളെല്ലാം. അതല്ല വേണ്ടത്. ഈ പണമുള്ളവരെല്ലാം കലാകാരന്മാരല്ല, പണമുള്ളവരെല്ലാം ഭാവനാശാലികളല്ല, പണമുള്ളവരെല്ലാം ടൂറിസം എങ്ങനെ വേണമെന്ന് ഡിഫൈൻ ചെയ്യാൻ കഴിവുള്ളവരുമല്ല. അവരെവിടുന്നോ കണ്ട മുറി അറിവുകൾ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഇവിടുത്തെ റിസോർട്ടുകളെല്ലാം. അതിനു പകരം കേരളത്തിന്റെ ഓരോ ഭൂപ്രദേശത്തിനും ഓരോ ജില്ലയിലെയും അവിടുത്തെ ഹൈലൈറ്റിനനുസരിച്ച്, അവിടെ ഹൈലൈറ്റ് ചെയ്യേണ്ട ടൂറിസം സാധ്യതയ്ക്കനുസരിച്ച് ചെറിയ ഇൻവെസ്റ്റ്മെന്റിൽ ഫെസിലിറ്റികളും ആക്ടിവിറ്റികളുമാണ് കൂടുതൽ കൊടുക്കേണ്ടത്. അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്ന ഒരു ബുദ്ധിപൂർവമായ പ്ലാനിങ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ് തന്നെ നടത്തണം. ഏത് ജില്ലയിൽ, ആലപ്പുഴ ജില്ലയിൽ ഏതു തരം കെട്ടിടങ്ങളാണ് വരേണ്ടത്, കുട്ടനാട്ടിൽ ഏതു തരം നിർമ്മിതികളാണ് വരേണ്ടത്, കുട്ടനാട്ടിലെ ടൂറിസം ഏതൊക്കെ ആക്ടിവിറ്റികളിൽ ഊന്നിയതായിരിക്കണം, ഇതിനൊരു മാസ്റ്റർ പ്ലാൻ വേണം. അതേപോലെ തന്നെ എറണാകുളം ജില്ലയിൽ എന്തായിരിക്കണം, കൊച്ചിയുടെ ടൂറിസം എന്തായിരിക്കണം. കൊച്ചി സിറ്റി പോലുള്ള സ്ഥലത്ത് തീർച്ചയായിട്ടും മൈസ് പോലത്തെ, അതായത് കൺവെൻഷൻ ടൂറിസം അല്ലെങ്കിൽ ഇന്റർനാഷണൽ കൺവെൻഷൻ പോലുള്ള വലിയ ഇവന്റുകൾക്ക് വരുന്ന ആളുകൾക്ക് താമസിക്കാനുള്ള 5 സ്റ്റാർ 7 സ്റ്റാർ ഫെസിലിറ്റികൾ, ഇന്റർനാഷണൽ കൺവെൻഷൻ സെന്ററുകൾ, ഇതൊക്കെ വേണം. എന്നാൽ എല്ലാ ജില്ലയിലും അതിന്റെ ആവശ്യമില്ല. കോട്ടയം ജില്ലയുടെ കിഴക്കൻ മേഖലയിൽ പ്ലാന്റേഷൻ ടൂറിസമാണ് വരേണ്ടത്. എങ്ങനെയാണ് ഒരു റബ്ബർ ടാപ്പ് ചെയ്ത് റബ്ബർ ഷീറ്റ് ഉണ്ടാക്കി അത് ടയറായി മാറുന്നതെന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരു ടൂറിസം അവിടെ എന്തുകൊണ്ട് നടത്തിക്കൂടാ? MRF പോലുള്ള ടയർ ഫാക്ടറികൾ കോട്ടയത്തുണ്ട്, റബ്ബർ കൃഷി ചെയ്യുന്ന നേഴ്സറികളുണ്ട്. അത് റബ്ബർ ടാപ്പ് ചെയ്യുന്ന സിസ്റ്റം കാണിച്ചു കൊടുക്കാൻ ബുദ്ധിമുട്ടില്ല. അതിനെ ഉറയൊഴിച്ച് റബ്ബർ ഷീറ്റാക്കി മാറ്റുന്നതും അതൊരു ടയറായി മാറുന്നതും വരെയുള്ള ഒരു പ്രോസസ്സ് ഒരു ദിവസത്തെ ടൂർ നടത്തി കാണിച്ചു കൊടുക്കാൻ പറ്റണം. ഇത്തരം ടൂറുകളിലൊക്കെ ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. ലോകത്ത് പല രാജ്യത്തും ചെല്ലുമ്പോൾ ഓരോ രാജ്യത്തും അവരുടെ ഹൈലൈറ്റ് തൊഴിലുമായി ബന്ധപ്പെട്ടത് എന്താണോ അത് ടൂറിസം ആക്ടിവിറ്റി തന്നെയാണ്. നമ്മൾ ടൂറിസം എന്ന് പറഞ്ഞാൽ വേറെന്തൊക്കെയോ ആണെന്ന് അങ്ങ് തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. അമേരിക്കൻ സായിപ്പ് ചെയ്യുന്നതോ ജപ്പാൻകാരൻ ചെയ്യുന്നതോ മാത്രമാണ് ടൂറിസം എന്നാണ് നമ്മൾ കരുതുന്നത്. അല്ല, ഒരു കാപ്പിത്തോട്ടത്തിലെ കാപ്പി വിളവെടുക്കുന്ന ഒരു ദിവസത്തെ പ്രോസസ്സ് മുഴുവൻ കാപ്പി കൃഷി കണ്ടിട്ട് പോലും ഇല്ലാത്ത നാട്ടിൽ നിന്ന് വരുന്ന സായിപ്പിന് ഒരു അത്ഭുതമാണ്. നമുക്കാണത് അത്ഭുതമല്ലാത്തത്. റബ്ബർ ടാപ്പിംഗ് പോലെ തന്നെ ഓരോ തരം തെങ്ങിൽ കയറി കള്ള് ചെത്തി കള്ളെടുത്ത് അത് ലഹരിയുള്ള ഒരു പാനീയമായി വിൽക്കുന്നതും കുടിക്കുന്നതും അതൊരു ടൂറിസം ആക്ടിവിറ്റിയാണ്. നെല്ലിന്റെ പ്രോസസ്സ്, നെല്ല് വിതയ്ക്കുന്നത്, ഞാറ് നടുന്നത്, വളവിടുന്നത്, കളപറിക്കുന്നത്, കൊയ്യുന്നത്, മെതിക്കുന്നത്, അതിനെ നെല്ല് പുഴുങ്ങി ഉണങ്ങി കുത്തി അരിയാക്കി മാറ്റി പലഹാരങ്ങൾ ഉണ്ടാക്കി വന്നിരിക്കുന്ന ഗസ്റ്റിന് മുമ്പ് വിളമ്പി കൊടുക്കുമ്പോൾ അവന് വലിയൊരു അനുഭൂതിയാണ് ഉണ്ടാകുന്നത്.
അപ്പൊ ഇത്തരത്തിൽ ടൂറിസം ആക്ടിവിറ്റികളായിട്ട് നമ്മൾ രൂപാന്തരപ്പെടുത്തുന്ന ഒരു വലിയ മാസ്റ്റർ പ്ലാൻ ടൂറിസം ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് ഉണ്ടാവണം. നിർഭാഗ്യവശാൽ നമ്മുടെ ടൂറിസം വകുപ്പിന്റെ ഏറ്റവും മുകളിൽ മുതൽ താഴെ വരെയുള്ള പലർക്കും, അപൂർവം ചിലർക്കൊഴികെ പലർക്കും ടൂറിസം എന്താണെന്ന് പോലും അറിയില്ല. അതാണ് യാഥാർത്ഥ്യം. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ഒരു സെഷനിൽ നമ്മുടെ കേരളത്തിന്റെ പോളിസി മേക്കേഴ്സ് ഉണ്ടെങ്കിൽ ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. ബിക്കോസ് സാർ പറഞ്ഞ വാക്കുകളോട് അഡോപ്റ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരുപാട് നമുക്ക് ഇംപ്രൂവൈസ് ചെയ്യാൻ പറ്റും നമ്മുടെ ടൂറിസം മേഖലയിലും അതുപോലെ തന്നെ മറ്റു ഡിഫറെന്റ് മേഖലകളിലും. പിന്നെ സാറിന്റെ യാത്രകൾക്ക് നമുക്കറിയാം, കാരണം ഒരുപാട് മുഖങ്ങൾ, ഒരുപാട് പ്രദേശങ്ങൾ, ഒരുപാട് വർണ്ണങ്ങൾ, ഒരുപാട് പേർക്ക് സന്തോഷം പകർന്ന ആ ഒരു വ്യക്തി സന്തോഷ് ജോർജ് കുളങ്ങര എന്ന വ്യക്തിയുടെ മുഖത്ത് സന്തോഷം വരുത്താൻ നാം എന്താണ് ചെയ്യേണ്ടത്? So sir, can you just define what is happiness? എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ് എന്ന് പറയുന്നത് ഞാൻ ആസ്വദിക്കുന്ന പ്രവൃത്തിയിൽ മുഴുകുന്നതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഹാപ്പിനെസ്. അത് ഇരട്ടി ഹാപ്പിനെസ് ആയി മാറുന്നത് ഞാൻ ആസ്വദിക്കുന്ന പ്രവൃത്തിയിൽ ഞാൻ മുഴുകുന്നതിനെ സമൂഹം അപ്രീഷിയേറ്റ് ചെയ്യുക കൂടി ചെയ്യുമ്പോൾ അത് ഇരട്ടി ഹാപ്പിനെസ് ആയി മാറുന്നു. സഫാരിയിലൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഞാൻ ആസ്വദിക്കാത്ത ഒരു ജോലിയും ഞാൻ ചെയ്യാറില്ല. എനിക്ക് ആസ്വദിക്കുന്ന ഒരു ജോലി ചെയ്യാൻ പ്രതിഫലം ആവശ്യവുമില്ല. തീർച്ചയായും സാർ, നമ്മളിപ്പോഴും നമ്മുടെ പാഷൻ ഫോളോ ചെയ്ത് വർക്ക് ചെയ്യണം. അതുപോലെ തന്നെ മറ്റൊരു ക്ലിഷേ ക്വസ്റ്റ്യൻ കൂടി, സന്തോഷ് ജോർജ് കുളങ്ങരയുടെ വാക്കുകളിൽ എന്താണ് വിജയത്തിനുള്ള നിർവചനം? സർ, ഹൗ ഡു യു ഡിഫൈൻ സക്സസ്? ഞാൻ ഇപ്പൊ ഈ പറഞ്ഞ കാര്യം തന്നെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ വിജയമായി. അതായത് നിങ്ങൾ ഏറ്റവും ആസ്വദിക്കുന്ന, നിങ്ങൾ ഏറ്റവും എൻജോയ് ചെയ്യുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ജീവിതത്തിൽ ചെയ്യാൻ അവസരം ലഭിക്കുകയും ആ ചെയ്യുന്ന പ്രവൃത്തിയെ സമൂഹം കൈയടിച്ച് ആദരിക്കുകയും ചെയ്താൽ നിങ്ങളുടെ ജീവിതം വിജയമായി. തീർച്ചയായും. അപ്പോ എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷൻ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായി. ഒരുപാട് കാലമായി നമ്മുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു സ്വപ്നം, അല്ലെങ്കിൽ ഒരുപാട് കാലമായി എത്തിച്ചേരണം എന്ന് വിചാരിക്കുന്ന ആ ഒരു ലക്ഷ്യം, ഈ രണ്ടും നമുക്ക് നേടുമ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടാകും. ഒന്ന് തീർത്താൽ അല്ലെങ്കിൽ പറയാൻ അറിയിക്കാത്ത സന്തോഷവും, മറ്റൊന്ന് ഒരുപാട് ദുഃഖവും. സന്തോഷം നമുക്ക് ഒഴിവാകുന്നത് ആ ഒരു സംഭവം നേടിയല്ലോ എന്നോർത്തിട്ടും, ദുഃഖം എന്നുള്ളത് നമ്മൾ അവിടെ നിന്ന് തിരിച്ചു പോരണം എന്നുള്ളത് ഓർക്കുമ്പോഴാണ്. ഞാൻ ഇന്ന് ഇപ്പോൾ ഈ ഒരു ടോക്ക് നടത്തുമ്പോൾ എനിക്ക് അതേ വികാരമാണ്. ബിക്കോസ് കഴിഞ്ഞ ഒരു മണിക്കൂറായി സന്തോഷ് സർ ആളുടെ ജീവിതാനുഭവങ്ങളിലൂടെ നമ്മളെ നടത്തിക്കൊണ്ടുപോയി. ഒരുപാട് സന്തോഷം തോന്നി ആ അനുഭവജ്ഞാനം ഞങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ഉത്തരങ്ങളായി ഞങ്ങൾക്ക് നൽകിയത്. താങ്ക് യു സർ, ഒരുപാട് നന്ദി. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ ഞങ്ങളെല്ലാവരും പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. അടുത്തതായി നമ്മുടെ ഓപ്പൺ ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് ഞാൻ സാറിനെ ക്ഷണിക്കുകയാണ്. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഉള്ളവർ അവരവരെ തന്നെ ചാറ്റ് ബോക്സിൽ ഹൈലൈറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മിഷാന മുഹമ്മദ് എന്നുള്ളതാണ്. അപ്പോൾ മിഷാന, can you please turn on your microphone and ask your question? Hello. Yeah, hello sir. Hello sir. സാറിനോട് ഇങ്ങനെ ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. സാറിന് കഥ പറയുന്ന രാജ്യങ്ങളാണ് ഏറ്റവും ഇഷ്ടം എന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ സാറിനെ ഏറ്റവും വിസ്മയിപ്പിച്ച, ആകർഷിച്ച ഇതിഹാസം അല്ലെങ്കിൽ ഐതിഹ്യമുള്ള ഒരു രാജ്യം? എനിക്ക് ഐതിഹ്യത്തെക്കാൾ താല്പര്യം യഥാർത്ഥത്തിൽ സംഭവിച്ച കാര്യങ്ങളുടെ കഥകൾ പറയാനാണ്. കഥ എന്ന് പറയുന്നത് എല്ലാം കെട്ടുകഥകളോ ഐതിഹ്യങ്ങളോ ആവണമെന്നില്ല. കഥ, ഞാൻ പോയ എല്ലാ രാജ്യത്തെയും യഥാർത്ഥത്തിൽ എന്താണ് അവർക്ക് പറയാനുള്ളത്, അവിടുത്തെ ജനത, അവിടെ മനുഷ്യന്റെ കഥകളാണ് കഥ എന്ന് പറയുന്നത്. നമ്മള് അല്ലാതെ അവിടെ ജീവിച്ചിരുന്ന കുറെ മൃഗങ്ങളുടെയോ കല്ലിന്റെയോ മരത്തിന്റെയോ കഥ നമ്മൾ കഥയായിട്ട് പലപ്പോഴും പറയുന്നത് ഇഷ്ടപ്പെടില്ല. മനുഷ്യർ, മാനവ സംസ്കാരം, മാനവജാതി, അവർക്ക് ഉണ്ടായ ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ദുരന്തങ്ങൾ, പിന്നെ ഉണ്ടായ വിജയം, വളർച്ച, ഇതിന്റെയൊക്കെ കഥകളില്ലാത്ത ഒരു നാടുമില്ല. പല രാജ്യങ്ങളും അതിനെ സംരക്ഷിച്ച് വയ്ക്കാറില്ല, സൂക്ഷിച്ചു വയ്ക്കാറില്ല അതിന്റെ തെളിവുകളെ. ഇപ്പൊ ഉദാഹരണത്തിന് കേരളം എന്ന ജനസമൂഹത്തിന്റെ ഏറ്റവും വലിയൊരു പരാജയം, കേരളത്തിന് ചരിത്രമില്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. 1000 വർഷം മുമ്പത്തെ കേരളത്തിന്റെ ചരിത്രം എന്തായിരുന്നു, അവിടെ ജീവിച്ചിരുന്ന ആളുകൾ ആരൊക്കെയായിരുന്നു, നമ്മളെ ഭരിച്ച ഭരണാധികാരികൾ ആരൊക്കെയായിരുന്നു എന്നൊക്കെ ചോദിച്ചാൽ പലപ്പോഴും നമ്മൾ ശങ്കിച്ചു പോകും. തിരുവിതാംകൂറിലേക്ക് വന്നാൽ നമ്മൾ ഒരു മാർത്താണ്ഡവർമ്മയുടെ കാലത്തു നിന്നൊക്കെയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത്. അതിനുശേഷമുള്ള കഥകളും കൊട്ടാരങ്ങളും ഒക്കെ നമുക്ക് പലപ്പോഴും കാണാൻ കഴിയുള്ളൂ. അതിനു മുമ്പോട്ടുള്ള ഒരു കാലത്ത്, അല്ലെങ്കിൽ ബ്രിട്ടീഷുകാരോ പാശ്ചാത്യരോ വരുന്നതിന് മുമ്പ്, വാസ്കോഡിഗാമ വരുന്നതിന് മുമ്പ് ഉള്ള കേരളത്തിന്റെ ചരിത്രത്തെ സംരക്ഷിച്ച് അപൂർവമായി ചില ദേവാലയങ്ങളിലൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോ അതിനെ സംരക്ഷിക്കേണ്ടതാണെന്നോ, അത്
ആർക്കൈവ് ചെയ്ത് വെക്കേണ്ടതാണെന്ന ഒരു ബോധം നമുക്ക് പലപ്പോഴും ഉണ്ടാവാറില്ല. എന്നാൽ മറ്റ് പല രാജ്യങ്ങളിലും, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലും വികസിതം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്ന ഇതാണ്, അവിടുത്തെ നല്ല റോഡും പാലം ഉണ്ടെന്നുള്ളതല്ല, സംസ്കാരത്തെ സംരക്ഷിച്ചു നിർത്തുന്ന രാജ്യങ്ങളൊക്കെ വികസിത രാജ്യങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇന്ത്യക്ക് എത്രയോ വലിയ പാരമ്പര്യമുള്ള രാജ്യമാണ് അവരൊക്കെ ആയിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ. നമുക്ക് കുറെയൊക്കെ ചരിത്രത്തെ നമ്മൾ സംരക്ഷിച്ചു നിർത്തുന്നുണ്ടെങ്കിലും വേണ്ട രീതിയിൽ അതിനെ നിലനിർത്താൻ, സംരക്ഷിക്കാൻ അല്ലെങ്കിൽ അവതരിപ്പിക്കാൻ നമുക്ക് ശാസ്ത്രീയമായിട്ട് പലപ്പോഴും കഴിയാറില്ല എന്നുള്ളത് നമ്മുടെ ഒരു പോരായ്മയായിട്ട് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അപ്പൊ ലോകത്തെ മിക്കവാറും എല്ലാ രാജ്യങ്ങളും അവനവന്റെ സംസ്കാരത്തെയും ചരിത്രത്തെയും ഹൃദയസ്പർശിയായി സംരക്ഷിച്ചു വെക്കുന്നതാണ്. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എന്നെ ഏറ്റവും ഹൃദയത്തിൽ സ്പർശിച്ച ചരിത്രങ്ങൾ കൂടുതലും വേൾഡ് വാർ 2 വേൾഡ് വാർ 1 ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട, കാരണം അത് ഒത്തിരി അകലെയല്ല. നമുക്ക് നമ്മളുടെ മാതാപിതാക്കളൊക്കെ ജനിച്ചു വളർന്നതിന് ശേഷം അവരൊക്കെ വിറ്റ്നസ് ചെയ്ത ഒരു കാലഘട്ടമാണ്. നമുക്ക് ഇമാജിൻ ചെയ്യാൻ കഴിയുന്ന വിമാനം കണ്ടുപിടിച്ചതിന് ശേഷമുള്ള സിനിമ എന്ന് പറയുന്ന ഒരു മാധ്യമം ഉണ്ടായതിനു ശേഷമുള്ള, റേഡിയോ എന്ന മാധ്യമം ഉണ്ടായതിനു ശേഷമുള്ളതായതുകൊണ്ട് അതിന്റെയൊക്കെ റിയൽ ഫുട്ടേജ് നമുക്ക് കാണാൻ കിട്ടും എന്നുള്ളത് കൊണ്ട് നമുക്കതിനെ ഇമാജിൻ ചെയ്തെടുക്കാനും നമുക്കതിന് ആയിട്ട് നമ്മുടെ മനസ്സിലെ ദൃശ്യങ്ങളുമായിട്ട് താരതമ്യപ്പെടുത്താനൊക്കെ പറ്റും എന്നുള്ളത് കൊണ്ട് എനിക്ക് വളരെ ഇമോഷണലായി താല്പര്യമുള്ള ഒരു വിഷയമാണ്. താങ്ക് യു സർ. ഓക്കെ സർ, താങ്ക് യു മിസ് ഷാന ഫോർ ദാറ്റ് ക്വസ്റ്റ്യൻ. അടുത്തതായി അഭിറാം തുമ്പർത്തി. You can turn on your microphone, Abhiram. ഹലോ അഭിറാം. ഹലോ കേൾക്കുന്നുണ്ടോ? കേൾക്കാം. സർ, സഫാരി എന്നൊരു ചാനൽ നമ്മൾക്ക് അറിയാം, അതിൽ ഒരു പരസ്യം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഇതിങ്ങനെ ഒരു പരസ്യം പോലും ഇല്ലാതെ നടത്തിക്കൊണ്ട് പോകണമെന്ന് എനിക്ക് പലപ്പോഴായിട്ട് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ആൻസർ ഇതാണ്. പരസ്യം ഇല്ലാതെയും വേണമെങ്കിൽ ഒരു ചാനൽ നടത്താം എന്നാണല്ലോ സഫാരി തെളിയിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ ഈ ഏത് കാര്യത്തിലും നിങ്ങളുടെ ലക്ഷ്യം എന്താണ് എന്നതാണ് പ്രധാനം. ഇപ്പോ പരസ്യം എൻ്റെ ഒരു ലക്ഷ്യമല്ലാത്തത് കൊണ്ടാണ് അതില്ലാത്തത്. അതിനകത്ത് ഒരു ടെലിവിഷൻ ചാനൽ നടത്താൻ പരസ്യം കൂടിയേ തീരൂ എന്ന ഒരു തെറ്റിദ്ധാരണ നമ്മുടെ മനസ്സിലുള്ളത് കൊണ്ടാണ് പരസ്യം ഇല്ലാത്തത് എന്ന് ചോദിക്കാത്തത്. ഇപ്പൊ അഭിരാം എന്തുകൊണ്ടാണ് സാരി ഉടുത്ത് കോളേജിൽ വരാത്തത് എന്നൊരാൾ ചോദിക്കുന്നത് പോലെയാ. അങ്ങനെ സാരി ഉടുക്കണം നിർബന്ധമൊന്നുമില്ല. മുണ്ടുടുത്ത് എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിക്കുന്നത് പോലെ, അല്ലെങ്കിൽ കിമോണ ധരിച്ച് എന്തുകൊണ്ട് വരുന്നില്ല എന്നാരും ചോദിക്കുന്നില്ല. കാരണം അതങ്ങനെ ഒരു നാട്ടു നടപ്പില്ലാത്തത് കൊണ്ടാണ്. എന്നാൽ എല്ലാവരും പാൻറ് ധരിച്ചു വരുന്നവരിടത്ത് നിങ്ങൾ എന്താണ് പാൻറ് ധരിച്ചു വരാത്തത് എന്ന് നിങ്ങൾ ചോദിക്കുന്നത് പോലെയാണ് ഇപ്പൊ സഫാരി ചെയ്യുന്നത്. സഫാരിക്ക് മുണ്ടുടുത്ത് വരാം, സഫാരിക്ക് കിമോണ ധരിച്ചു വരാം, എങ്ങനെ വേണേലും ആകാം. ഒരു മാധ്യമം എന്ന നിലയിൽ ഇപ്പൊ നിങ്ങൾ കാണുന്ന സിനിമകളിലെല്ലാം പരസ്യമില്ലല്ലോ. എന്നിട്ട് നിങ്ങൾ എങ്ങനെയാണ് ആ സിനിമ വിജയമാകുന്നത്? കാണുന്ന ആളുകൾ പൈസ കൊടുത്താൽ മതി. സഫാരിയിലെ എല്ലാ പരിപാടിക്കും ആളുകൾ കാശ് കൊടുത്ത് വാങ്ങുന്നുണ്ട്. നിങ്ങൾ ടി വി കൂടെ കാണുന്നില്ലെന്നേ ഉള്ളൂ. അതിന്റെ പെൻഡ്രൈവുകളായിട്ടും ഡൗൺലോഡ് ചെയ്യുന്ന മീഡിയത്തിലൂടെയാണെങ്കിലും അതിന്റെ CD-കളാണെങ്കിലും DVD-കളാണെങ്കിലും അത് പബ്ലിഷ് ചെയ്യുന്ന ബുക്കുകളാണെങ്കിലും ഒക്കെയായി ആളുകൾ പണം കൊടുത്ത് വാങ്ങുന്നത് കൊണ്ട് സഫാരി നിലനിൽക്കുന്നു. അപ്പോ മറ്റൊരു ചാനൽ നടത്തുന്ന മാതൃകയിൽ മാത്രമേ ഈ ചാനൽ നടത്താവുള്ളൂ എന്നുള്ള ഒരു ക്ലീഷേ ചിന്ത ചെറുപ്പക്കാരെങ്കിലും മനസ്സിൽ നിന്ന് മാറ്റണം. എല്ലാ ചാനലും മുന്നേ പോയ ഒരാൾ കാണിച്ച ഒരു മാതൃകയിലൂടെ തന്നെയാണ് പോകേണ്ടത് എന്നുള്ള വാശി അങ്ങ് ഉപേക്ഷിക്കുക. നമുക്ക് നമ്മുടേതായ മാതൃകകൾ പണം ഉണ്ടാക്കാൻ ഉണ്ട്. അപ്പൊ സഫാരിയില് പരസ്യം പുറത്തുനിന്നുള്ള പ്രോഡക്റ്റിന്റെ ഇല്ലെന്നേ ഉള്ളൂ. സഫാരിയിലെ ഉൽപ്പന്നങ്ങളുടെ പരസ്യം ഇതിനകത്ത് കാണാൻ നിങ്ങൾക്ക് നിരന്തരം. നിരവധി ആളുകൾ അത്തരം പെൻഡ്രൈവുകളിലൂടെ അല്ലെങ്കിൽ DVD-കളിലൂടെ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യപ്പെടുന്ന ഡേറ്റകളിലൂടെ ഈ പ്രോഡക്റ്റുകളെല്ലാം വാങ്ങുന്നുണ്ട്. അത് നല്ല വില കൊടുത്ത് വാങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് സഫാരി നിലനിൽക്കുന്നത്. താങ്ക് യു അഭിരാം ഫോർ യുവർ ക്വസ്റ്റ്യൻ. അടുത്തത് അവിനാശാണ്. അവിനാശിനാണ് അടുത്ത ചോദ്യം ചോദിക്കാനുള്ളത്. സോ അവിനാശ്, ടേൺ ഓൺ യുവർ മൈക്രോഫോൺ. താങ്ക് യു. എനിക്ക് ചാൻസ് താങ്ക് യു സാർ. സുന്ദർ സാർ, ഞങ്ങളുടെ ചോദ്യം ചോദിക്കുകയാണ് ഇപ്പോൾ. സാർ, ഇപ്പൊ നമ്മളൊരു പ്രൊജക്ട് അല്ലെങ്കിൽ ഇപ്പൊ ഇത്തരത്തിൽ വർക്ക് ചെയ്യാൻ പോകുന്നു. അപ്പൊ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ആദ്യമേ തന്നെ വന്നു പറയും. ഇപ്പൊ നമുക്ക് ചിലപ്പോ ഒരു നല്ല ക്യാമറയ്ക്കോ അല്ലെങ്കിൽ നല്ലൊരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ അങ്ങനത്തെ പല സാധനങ്ങളും നമുക്ക് ഉണ്ടായിന്ന് വരില്ല തുടക്കത്തില്. അപ്പോ നമ്മൾ പോകേണ്ടി വരും. അപ്പൊ അങ്ങനെ പോകുമ്പോ ചിലവർ നമ്മളെ സഹായിക്കാമെന്നുള്ള പറ്റിക്കപ്പെടാം, അല്ലെങ്കിൽ ചിലപ്പോ മറ്റുള്ളവർ നമ്മളെ തന്നെ പറഞ്ഞു.
ഹലോ അവിനാഷ്, ഒന്ന് കുറച്ച് ഓഡിബിൾ ആക്കാൻ പറ്റുമോ? നെറ്റ്വർക്ക് ഇഷ്യൂ ആണെന്ന് തോന്നുന്നു. ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ. അവിനാഷ്, ചാറ്റ് ബോക്സിൽ ഒന്ന് ക്വസ്റ്റ്യൻ ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, ഞാൻ ചാറ്റ് ബോക്സിൽ ഓക്കെ. എനിക്ക് തോന്നുന്നു ഒരു ചെറിയ നെറ്റ്വർക്ക് ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു. സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിൽ കിടക്കാം. നെക്സ്റ്റ് ഗ്രേസിന്റെ ക്വസ്റ്റ്യൻ ആണ്. സോ ഗ്രേസ്, മൈക്രോഫോൺ ഒന്ന് ഓൺ ചെയ്യാൻ പറ്റുമോ? Okay. It's audible? Yeah, you're audible. Right. Okay. സർ, റിസോർട്ട് എന്നൊരു മതിൽക്കെട്ടിനപ്പുറം ഒരു പഞ്ചായത്ത് തന്നെ ആ ഒരു നിലയിലേക്ക് എന്തുകൊണ്ട് വികസിപ്പിച്ചുകൂടാ എന്ന സാറിന്റെ ഒരു ആശയം ഉണ്ടല്ലോ. അപ്പോ അത് വളരെയധികം സാരമായ ഒന്നായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോ ഇതിന് സർക്കാരിനെ എത്രത്തോളം സ്വാധീനിക്കാനും സഹായിക്കാനും ഇന്നത്തെ തലമുറയ്ക്ക് സാധിക്കും? ഇത് സർക്കാരിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത്. ഇപ്പൊ ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുന്നതിനൊന്നും ഒരു സർക്കാരിന്റെ സഹായം തേടാറില്ല. ഇപ്പൊ പരസ്യമില്ലാത്തൊരു ചാനൽ നടത്തുന്നതുകൊണ്ട് നാട്ടുകാരെല്ലാം എന്നെ സഹായിക്കണം, പിരിവെടുത്ത് ഞാൻ ആവശ്യപ്പെടാറില്ല. ഞാൻ എന്റേതായ ഒരു വഴി കണ്ടുപിടിക്കുകയാണ്. ഞാൻ ചെമ്പ് എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഇത്തരത്തിലുള്ള ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ട്. കേരള പാലസ് എന്ന് പറഞ്ഞ ഞാനൊരു ഐലൻഡില് ഒരു ഇത്തരത്തിൽ പുരാതനമായ കെട്ടിടങ്ങളെല്ലാം കൊണ്ടുപോയി വെച്ച് ഒരു ഗ്രാമം നടത്തി. അത് 10-15 വർഷമായി. അത് സക്സസ്ഫുൾ ആയ ഒരു ഫോർമുലയാണ്. അതിനിപ്പോ ഈ കോവിഡ് കാലം കഴിയുമ്പോൾ വീണ്ടും അതിനെ മറ്റൊരു രൂപത്തിൽ അവതരിപ്പിച്ച് തുടങ്ങണം ഇനി വീണ്ടും. അപ്പോ നിങ്ങൾക്ക് ഈ ആശയം കിട്ടിയത് നിങ്ങൾക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ ആരംഭിക്കാവുന്നതേ ഉള്ളൂ. സർക്കാരിന്റെ ഖജനാവിൽ എത്രയുണ്ട് പൈസ എന്ന് ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം ധനമന്ത്രി തന്നെ വന്ന് പറയാറുണ്ടല്ലോ. അപ്പൊ പിന്നെ ആ ഖജനാവിനെ ആശ്രയിച്ച് നമ്മളൊരു പദ്ധതി സ്വപ്നം കണ്ടിട്ട് എന്ത് കാര്യമാണുള്ളത്? അതിന്റെ ഒന്നും ആവശ്യമില്ല. സർക്കാർ ഏത് രാജ്യത്തും ഞാൻ കരുതുന്നത് ക്രമസമാധാനം പാലിക്കുക, അല്ലെങ്കിൽ നിയമപരിപാലനം നടത്തുക, ഒരു ഈക്വൽ പ്ലേയിങ് ഫീൽഡ് നമുക്ക് ഒരുക്കി തരിക, ഇത് മാത്രം ചെയ്താൽ മതി. സർക്കാർ ടൂറിസം പോലും ഒന്നും ചെയ്യേണ്ടതില്ല. ഓരോ സംരംഭകനും ഓരോ ഗ്രാമവും വിചാരിച്ചാൽ, ഞാൻ ചോദിക്കട്ടെ, ഒരു നാട്ടിൽ ഒരു ഗ്രാമപഞ്ചായത്ത് തീരുമാനിച്ചാൽ വേണമെങ്കിൽ അവർക്ക് ഈ തീരുമാനം എടുക്കാമെന്നല്ലേ ഉള്ളൂ. അപ്പൊ ആ ഗ്രാമപഞ്ചായത്ത് നിങ്ങളുടെ ബന്ധുക്കളോ സുഹൃത്തുക്കളോ ഒക്കെ ആയിരിക്കും അത് ഭരിക്കുന്നത്. അവരെ സ്വാധീനിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ, നിങ്ങളെപ്പോലെ ഏതാനും ചെറുപ്പക്കാർ മുന്നിട്ടിറങ്ങിയാൽ തീർച്ചയായും ആ ഗ്രാമത്തിൽ ഈ മാറ്റം ഉണ്ടാവും. നിങ്ങളൊരു വലിയ മാറ്റം ഉണ്ടാക്കി കഴിഞ്ഞാൽ, നിങ്ങളുടെ ഗ്രാമത്തിൽ ഈ പരിഷ്കാരം വിജയിപ്പിച്ചു കഴിഞ്ഞാൽ മറ്റ് ഗ്രാമങ്ങളിൽ നിന്ന് ആളുകൾ ഇത് കാണാൻ വരും. അവർക്ക് വലിയൊരു പ്രചോദനമാകും. അവിടെ എല്ലാം ഇത് ആവർത്തിക്കപ്പെടും. അങ്ങനെ കേരളം മൊത്തം മാറും. ഗവൺമെന്റ് ഇത് കണ്ടു നിന്ന് ടാക്സ് മേടിച്ചിട്ട് അവര് നിങ്ങളെ അഭിനന്ദിക്കും. താങ്ക് യു ഗ്രേസ് ഫോർ ദ ക്വസ്റ്റ്യൻ. അടുത്തായി സർ, നമ്മുടെ ഗൂഗിൾ മീറ്റിന് ബിസൈഡ്സ് ഗൂഗിൾ മീറ്റ് നമുക്ക് യൂട്യൂബിലും ലൈവ് സ്ട്രീമിംഗ് ഉണ്ടായിരുന്നു. സോ യൂട്യൂബിന്റെ ലൈവ് ചാറ്റിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അതിൽ നിന്ന് നമ്മളൊരു ക്വസ്റ്റ്യൻ പിക്ക് ചെയ്തിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ലക്ഷ്മി അശോകനാണ്. ക്വസ്റ്റ്യൻ എങ്ങനെയാണ്: ഇഫ് യുവർ ഡോട്ടർ പ്രിഫേഴ്സ് ടു ട്രാവൽ ലോൺലി ജസ്റ്റ് ലൈക്ക് യു സർ, യുവർ സജഷൻസ് ആൻഡ് ഗൈഡ് ലൈൻസ് ടു ഹെർ ബോത്ത് ആസ് എ ഫാദർ ആൻഡ് ആസ് എ ട്രാവലർ. അവളുടെ പഠനത്തിന് ശേഷം അവൾക്ക് യാത്ര ചെയ്യാനുള്ള ആഗ്രഹം സ്വാഭാവികമായും ആ ജനുവിനായ ഒരു ആഗ്രഹം ഉണ്ടായി വന്നാൽ തീർച്ചയായിട്ടും അവൾ എൻ്റെ യാത്രകൾ കണ്ടാണ് വളർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ആ വഴിക്ക് അവളെ യാത്രയിൽ അനുവദിക്കുന്നതിന് ഒരു തടസ്സവും എനിക്കില്ല. പിന്നെ എന്ത് അഡ്വൈസ് നൽകുമെന്ന്, അവളുടെ യാത്രയുടെ ഉദ്ദേശം എന്താണ് എന്ന് ഞാൻ ചോദിക്കും. അതായത് പഠിക്കാനുള്ള യാത്രയാണോ, മാധ്യമപ്രവർത്തക എന്ന നിലയിലുള്ള യാത്രയാണോ, അതോ മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണോ? അപ്പൊ അത് ജനുവിനായ ഒരു കാര്യമാണെങ്കിൽ തീർച്ചയായും അതിനുവേണ്ട എല്ലാ പിന്തുണയും ഞാൻ കൊടുക്കും. ഓക്കെ, താങ്ക് യു സർ ആ ഒരു ആൻസറിന്. അടുത്തത് മുന്നേ നെറ്റ്വർക്ക് ഇഷ്യൂ കാരണം അവനാസിന് ചോദിക്കാൻ പറ്റാതെ പോയൊരു ക്വസ്റ്റ്യൻ ആണ്. ഹി ഹാസ് ആസ്ക്ഡ്, when we want something done, should we try to do it all by ourselves, even if it may seem to take a long time of our life, or should we give chance to the others to help us and believe they would do it for us? എന്താ അദ്ദേഹം അതുകൊണ്ട് ഉദ്ദേശിച്ചത് എനിക്ക് വ്യക്തമല്ല. അവനാശ് ഉദ്ദേശിച്ച് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യമാണെങ്കിൽ തീർച്ചയായും അത് മറ്റൊരാൾക്ക് അത് ചെയ്യാൻ കഴിയില്ലല്ലോ. നമ്മുടെ പാഷനെയാണല്ലോ നമ്മൾ തേടി പിടിച്ച് പോവുക. നിങ്ങൾ ചെയ്യുന്ന ഏത് പ്രവൃത്തിയും ഞാൻ പറയുന്നു, നിങ്ങൾക്ക് പാഷനേറ്റ് ആയ ഒരു കാര്യം മാത്രമാവുക. മറ്റൊരാളുടെ പാഷനെ നിങ്ങൾക്ക് ടേക്കപ്പ് ചെയ്യാനും കഴിയില്ല. നിങ്ങളുടെ പാഷനെ മറ്റൊരാളുടെ ചുമലിലേക്ക് വെച്ചു കൊടുക്കാനും നിങ്ങൾക്ക് കഴിയില്ല.
ഞാൻ ഇവിടെ ചെയ്യുന്നതെല്ലാം എന്റെ പാഷനാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എനിക്ക് പാഷനേറ്റ് ആയ, എന്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന, ഞാൻ എത്രയോ കാലമായി മനസ്സിൽ സൂക്ഷിച്ച സ്വപ്നങ്ങൾ മാത്രമാണ് ഞാനിവിടെ നടപ്പാക്കുന്നത്. അത് നടപ്പാക്കുമ്പോൾ അതിനോട് ചേർന്ന് നിൽക്കാൻ കഴിയുന്ന, അതിന്റെ ഭാഗമാകാൻ താല്പര്യമുള്ള ആളുകളെ മാത്രമേ ഞാൻ ക്ഷണിക്കാറുള്ളൂ. എങ്കിലും ഞാൻ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട്. എന്റെ കൂടെ ചേർന്ന് നിൽക്കുന്ന ആളുകൾ പോലും വരുന്നത് ദീർഘകാലം എന്നോടൊപ്പം നിൽക്കാൻ വേണ്ടിയല്ല. അവര് എന്നിൽ നിന്നും പലതും പഠിക്കാനും അവരുടെ ജീവിതത്തിന് ചില മാതൃകകൾ കണ്ടെത്താനും വേണ്ടിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവര് ഒരു ദിവസം എന്നെ ഉപേക്ഷിച്ച് പോയാലും ഈ പ്രവർത്തനങ്ങൾ തുടർന്ന് നടത്താനുള്ള കഴിവും പ്രാപ്തിയും എനിക്കുണ്ടാവണം. എനിക്കതിനുള്ളൊരു സംവിധാനം ഉണ്ടാവണം. അതുകൊണ്ട് തന്നെ ഞാൻ അതിന് തയ്യാറായിട്ടാണ് ഞാൻ എൻ്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ക്രമീകരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ഒരു സ്വപ്നം, നിങ്ങളുടേതായ ഒരു സ്വപ്നത്തിന്റെ പിന്നാലെയാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ അത് മറ്റൊരാളെ ചുമതലപ്പെടുത്തി അതൊരിക്കലും സാധ്യമാവില്ല. നിങ്ങളുടെ സ്വപ്നം നിങ്ങളുടേത് മാത്രമാണ്. അത് മറ്റൊരാളുടേതാക്കാനും കഴിയില്ല. മറ്റൊരാൾക്ക് വേണ്ടി ഒരു സ്വപ്നം നിങ്ങൾക്ക് നടപ്പാക്കാനും കഴിയില്ല. ഓക്കെ, താങ്ക് യു സർ. ആ ഒരു ഇൻഫർമേഷൻ ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു സമയം ഒരു കൺസ്ട്രെയിൻ ആയതുകൊണ്ടും അതുപോലെ സാർ ഒരുപാട് ബിസിയാണ്. അപ്പോൾ നമുക്ക് ഇനിയൊരു സെഷൻ വൈൻഡപ്പ് ചെയ്യണം. സോ നന്ദി വാക്ക് പറയുന്നതിനായി ഞാൻ നിങ്ങളുടെ നോഡൽ ഓഫീസർ രാഹുൽ മനോഹർ സാറിനെ ക്ഷണിക്കുന്നു. എന്നെ കേൾക്കുന്ന, എന്നെ കാണുന്ന എല്ലാവർക്കും ആദ്യമായി തന്നെ ഒരു ശുഭസായാഹ്നം. എനിക്കറിയാം, ഒരുപക്ഷെ വളരെ ഈഗറായിട്ട് നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നിരുന്ന ഒരു എന്താ പറയാ സെഷനിൽ നിന്ന് വളരെ രസംകൊല്ലിയായിട്ടായിരിക്കും ഒരുപക്ഷെ നന്ദി വാക്ക് പറയാനായിട്ട് എന്നെ ആൻസൺ ക്ഷണിച്ചു വന്നത്. കാര്യം നമുക്ക് സമയം ചെറിയൊരു കൺസ്ട്രെയിൻറ്റ് ഉള്ളത് കൊണ്ട് മാത്രമാണ്. നിങ്ങളുടെ ചോദ്യങ്ങളെല്ലാം നമുക്ക് വളരെയധികം വിലപ്പെട്ടതാണ്. നമ്മൾ ആ ചോദ്യങ്ങളെല്ലാം റെക്കോർഡിക്കലാക്കുന്നതാണ്. ആ ചോദ്യങ്ങൾക്ക് മറ്റൊരു അവസരത്തിൽ ഉത്തരം നൽകാൻ കഴിയുമെങ്കിൽ അത് വളരെ സന്തോഷത്തോടെ നമ്മൾ നിങ്ങൾക്ക് വേണ്ടി എത്തിക്കുന്നതാണ്. കഴിഞ്ഞ 6 ആഴ്ചകളായിട്ട് നമ്മളൊരു യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. സന്തോഷ് സാറിന്റെ തന്നെ വാക്കുകളിൽ പറയുവാണെങ്കിൽ ആ യാത്രയുടെ പേര്, വളരെ മനോഹരമായ ആ യാത്രയുടെ പേരായിരുന്നു ഡേറ്റ് വിത്ത് എൻ ഓൺട്രപ്രണർ എന്നുള്ളത്. ആ 6 ആഴ്ചകളിലായി 6 വഴിയമ്പലങ്ങളിൽ വെച്ച് നമ്മൾ 6 സംരംഭകരെ പരിചയപ്പെട്ടു. ഓരോ വഴിയമ്പലത്തിൽ വന്ന സംരംഭകരോട് നമ്മൾ സംസാരിക്കുകയുണ്ടായി. അവരുടെ റോളർ കോസ്റ്റർ റൈഡുകളെ കുറിച്ച് കേൾക്കുകയുണ്ടായി. ഇന്ന് അതിന്റെ പരിപൂർണമായ ലക്ഷ്യസ്ഥാനത്ത് നമ്മൾ ആ പരിപാടി കൊണ്ടെത്തിച്ചിരിക്കുകയാണ്. 6ാമത്തെ വഴിയമ്പലത്തിൽ നമ്മളോടൊപ്പം ഇന്ന് ഇത്രയും നേരം സംസാരിച്ചത് ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങര സാറായിരുന്നു. ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്. കാര്യം ഞാനൊരു തൃശ്ശൂർക്കാരനാണ്. തൃശ്ശൂരാണ് എൻ്റെ വീട്. തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് ഏതൊരു പൂരം നടന്നാലും ഒരു ഉത്സവം നടന്നാലും അതിന്റെ കലാശക്കൊട്ട് എന്ന് പറയുന്നത് വളരെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ നമ്മൾ നടത്തി വന്ന ഡേറ്റ് വിത്ത് എൻ ഓൺട്രപ്രണർ എന്ന് പറഞ്ഞ പ്രോസസ്സിന്റെ അല്ലെങ്കിൽ പ്രോഗ്രാമിന്റെ കലാശക്കൊട്ടായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ ഈ എപ്പിസോഡ് എന്ന് പറയുന്നത്. അത് ഇത്രയും നല്ലൊരു ഗസ്റ്റിനെ നമുക്ക് കിട്ടി, അല്ലെങ്കിൽ ഇത്രയും നല്ലൊരു ഓൺട്രപ്രണറിനെ നമുക്ക് കിട്ടി എന്നുള്ളതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ചിലപ്പോഴൊക്കെ വളരെയധികം ഒരു ചെറിയൊരു അഹങ്കാരവും ഉണ്ട്. കാര്യം ചിലർ നമ്മളെ വാക്കുകൾ കൊണ്ട് വിസ്മയിപ്പിക്കാറുണ്ട്, മറ്റു ചിലർ പ്രവൃത്തി കൊണ്ടും. എന്നാൽ അനുഭവം കൊണ്ട് വിസ്മയിപ്പിക്കുന്ന ആൾക്കാർ വളരെ കുറവേ ഞാൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ നമുക്ക് ഇന്ന് നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന സന്തോഷ് ജോർജ് കുളങ്ങര സാർ അനുഭവങ്ങൾ കൊണ്ട് നമ്മളെ വിശ്വസിപ്പിച്ച ആളാണ്. പലപ്പോഴായി അദ്ദേഹം തന്നെ പറഞ്ഞതുപോലെ ഒരു ഹിസ്റ്ററിയുടെ ഭാഗമാവുകയല്ല, പലപ്പോഴും അദ്ദേഹം തന്നെ ഹിസ്റ്ററീസ് രചിക്കുകയാണുണ്ടായത്. ഇപ്പോൾ കേരളത്തിന്റെ ഒരു യാത്രയുടെയോ അല്ലെങ്കിൽ യാത്രാ വിവരണങ്ങളുടെയോ ഒരു ഹിസ്റ്ററിയോ ഒരു ഖണ്ഡികയോ ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരിക്കൽ പോലും ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പേരായിരുന്നു സന്തോഷ് ജോർജ് കുളങ്ങര എന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം. സാറിനെ നമുക്ക് നേരിൽ കാണാനും കൂടി കഴിഞ്ഞിട്ടില്ല. ഒരു 3-4 ഫോൺ കോളുകളുടെ അപ്പുറത്താണ് നമ്മൾ ഓരോരുത്തരോടും സംവദിക്കാനും ഇങ്ങനെ ഒരു പ്രോസസ്സിലേക്ക് വരാനും സാറ് തയ്യാറായത്. അപ്പോൾ എൻ്റെ ഹൃദയത്തിന്റെ ഭാഷയിൽ, ക്രൈസ്റ്റ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗിന്റെ എല്ലാവരുടെയും ഭാഷയിൽ, ഒപ്പം കേരള സ്റ്റാർട്ടപ്പ് മിഷൻ ഇവിടെ ഒഫീഷ്യൽസ് നമുക്ക് അവൈലബിൾ ആണ്. അവരും കൂടെ നമ്മൾ ഒരുപാട് സഹായിച്ചായിരുന്നു ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തുവാനായിട്ട്. അവരുടെയും ചേർന്ന ഭാഷയിൽ സന്തോഷ് ജോർജ് കുളങ്ങര സാറിന് ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയണം ആദ്യമായിട്ട് തന്നെ. പിന്നീട് അടുത്തതായി എനിക്ക് സംസാരിക്കാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയും കുറിച്ച് തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 ആഴ്ചകളിലായിട്ട് 6 എപ്പിസോഡ്സ് നമ്മൾ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 6 ഡിഫറെന്റ് ഓൺട്രപ്രണേഴ്സിനെ നമ്മൾ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഈ 6 ആഴ്ചകളിലും ഒരുപക്ഷെ നമുക്ക് കാഴ്ചക്കാരായി, കേൾവിക്കാരായി നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നു. നിങ്ങൾ ഓരോരുത്തരും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ പരിപാടിക്ക് ഇത്രയും ഭംഗി വന്നതും ഇത്രയധികം റീച്ച് ഈ ഒരു പ്രോഗ്രാമിന് കിട്ടിയത്. എനിക്ക് തോന്നുന്നു ഓരോ പരിപാടി കഴിയുമ്പോഴും എന്തെങ്കിലുമൊക്കെ ടേക്ക് അവേസ് നിങ്ങൾക്ക് ആ പരിപാടിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ പരിപാടി ഉറപ്പാണ് അനുഭവജ്ഞാനത്തിന്റെ വലിയൊരു പെരുമഴ തന്നെയായിരുന്നു ഒരുപക്ഷെ ഇന്നത്തെ പ്രോഗ്രാമിൽ ഉടനീളം നമുക്ക് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ നിങ്ങളുടെ ഒരു സപ്പോർട്ട് വളരെ അധികമായിരുന്നു. നമ്മൾ അടുത്തൊരു സീസൺ ഡിസംബറോടുകൂടി ആരംഭിക്കും. അപ്പോൾ അതിനു മുൻപ് ഞങ്ങളുടെ ഈ യാത്രയിൽ ഞങ്ങളോടൊപ്പം സഞ്ചരിച്ച നിങ്ങൾ ഓരോരുത്തർക്കും ഞാൻ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു. ഒപ്പം ഇങ്ങനൊരു പ്രോസസ്സ് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് നമ്മൾ മുന്നോട്ട് വെച്ചപ്പോൾ നമുക്ക് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകിയത് കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന വലിയ ഒരു സംരംഭവും അല്ലെങ്കിൽ വലിയൊരു സംഘടന തന്നെയായിരുന്നു.
അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷന്റെ കയ്യിൽ നിന്ന് ലഭിച്ച ഒഫീഷ്യൽ ആയിട്ടുള്ള സപ്പോർട്ട് വളരെ അധികം ഉണ്ടായിരുന്നു, തുടക്കം മുതൽ ഇന്ന് ഈ അവസാനത്തെ എപ്പിസോഡ് വരെ. അപ്പോൾ കേരള സ്റ്റാർട്ടപ്പ് മിഷനിലെ എല്ലാ ഒഫീഷ്യൽസിനും ഒറ്റവാക്കിൽ നന്ദി പറയുകയാണ് ഞാൻ. അതുപോലെ തന്നെ ക്രൈസ്റ്റ് എന്ന് പറഞ്ഞ വലിയൊരു ഫാമിലി, ഒരുപക്ഷെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ ജോൺ പാലിയേക്കര മുതൽ പ്രിൻസിപ്പൽ സജി ജോൺ സാർ മുതൽ ഇങ്ങ് താഴെയുള്ള എല്ലാ വിദ്യാർത്ഥികളും വരെ ഇങ്ങനെ ഒരു പ്രോസസ് 6 ആഴ്ചകളിലായി ഓൾമോസ്റ്റ് 2 മാസത്തോളമായി നീണ്ടുനിന്ന ഇങ്ങനെ ഒരു പ്രോസസ് നടത്തിക്കൊണ്ടുവരാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഒരിക്കൽ കൂടെ ഇങ്ങനെ ഒരു ഫാൻ ബോയ് മൊമെന്റ് ഞങ്ങളുടെ എല്ലാവരുടെയും ഇടയിലേക്ക് സന്തോഷ് ജോർജ് കൊളങ്ങര സാർ ഇറങ്ങി വന്ന് സാറിന്റെ അനുഭവജ്ഞാനത്തിൽ ഒരു പെരുമഴ പെയ്യിച്ചതിന് ഒരിക്കൽ കൂടെ ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. താങ്ക് യു രാഹുൽ സർ. ഈ ഡേറ്റ് വിത്ത് ആൻ ഓൺട്രപ്രണറുടെ മാസ്റ്റർ ബ്രെയിൻ തന്നെ രാഹുൽ സാറിന് വലിയ താങ്ക്സ്. ബിക്കോസ് ഈ ഒരു ജേർണിലൂടെ ഞങ്ങൾക്ക് 6 യുവ സംരംഭകരെ പരിചയപ്പെടാൻ കഴിഞ്ഞു. ഒരിക്കൽ കൂടി ശ്രീ സന്തോഷ് ജോർജ് കുളങ്ങരയ്ക്ക് അദ്ദേഹത്തിന്റെ വാല്യുബിൾ ടൈമിനും നമ്മളോടുള്ള ഓരോ ക്വസ്റ്റ്യൻസും ആൻസർ ചെയ്യാൻ ആൾ കാണിച്ച പേഷ്യൻസിനും എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞങ്ങൾ താങ്ക്സ് പറയുകയാണ്. ഇതോടുകൂടി ഒഫീഷ്യലായി ഈ സെഷൻ ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ആൻഡ് ടു ദി ഓഡിയൻസ്, ഈ സെക്ഷന്റെ ഫീഡ്ബാക്ക് ഫോം ലിങ്ക് ഞങ്ങൾ ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ട്. So the feedback form link is available in the chat box. So please make sure you fill your feedbacks in the link. And also, if possible, we'll be trying to answer all those remaining questions that we are getting through the chat box and also as well as through the YouTube live chat. And so once again, reminding you all, please make sure you fill your feedback form link. It is provided in the chat box. So once again, thanking each and everyone who had been with us through this wonderful journey. We are concluding this section. This is Joseph Sam and Anson Jose signing off. Thank you. Thank you.